Good afternoon. My name is Saji Gopinath. Before we start, is there anybody here who cannot follow Malayalam? Malayalam അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? Okay, so then I think we will have this session mostly in Malayalam and English. നമുക്കറിയാവുന്ന പോലെ എ ഐ എന്ന് പറയുന്ന ഇപ്പോൾ നമുക്ക് എല്ലാവരുടെയും വളരെ ചിരപരിചിതമായ ഒരു വാക്കാണ്. ഒരുപക്ഷെ ലോകത്തെ ഒരു 75% ആൾക്കാരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മിത ബുദ്ധിയുടെ ഒരു പ്രോഡക്റ്റോ സർവീസോ ഉപയോഗിക്കുന്നുണ്ടാവും. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർ, അതിലൊരു 95% പല പഠനങ്ങളും കാണിച്ചിട്ടുള്ളത് എ ഐ ഉപയോഗിക്കുന്നു എന്നതാണ്. പക്ഷേ എ ഐക്ക് വളരെ വലിയ ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ കഴിയും. നമുക്ക് അറിയാവുന്ന പോലെ ഓരോ തവണയും സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ അത് വലിയ വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരാറുണ്ട്. ഒരുപക്ഷെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഫസ്റ്റും സെക്കൻഡും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കൊണ്ടുവന്നത് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ലേബറിനെ അത് ഓട്ടോമേറ്റ് ചെയ്തു. കായികമായ ശക്തി കൊണ്ട് മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ മൃഗങ്ങളുടെ ശക്തി കൊണ്ട് മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്നത്, ഇവയെല്ലാം മെഷീൻ ഏറ്റെടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നു. അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പക്ഷേ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടന്നു. അതുവരെ പലർക്കും കിട്ടാതിരുന്ന പല സൗകര്യങ്ങളും അതുകൊണ്ട് വരാൻ കഴിഞ്ഞു. കാരണം ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കെയിം ഡൗൺ, അതിൻ്റെ അവൈലബിലിറ്റി വളരെയധികം കൂടി, ആക്സസ് കൂടി. അങ്ങനെ ഒരുപക്ഷെ അതിനു മുമ്പേ, അതായത് ഒരു യാന്ത്രികവൽക്കരണത്തിൻ്റെ കാലഘട്ടത്തിന് മുമ്പിൽ കിട്ടാതിരുന്ന പല സൗകര്യങ്ങളും, അത് പല മേഖലയിലാവാം, ആ മേഖലയിലുള്ള സൗകര്യങ്ങളെല്ലാം മനുഷ്യർക്ക് കിട്ടുകയുണ്ടായി. അതേപോലെ തന്നെയാണ് ഇന്ന് എ ഐ അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ 4ാം വ്യവസായ വിപ്ലവം എന്നൊക്കെ പല പേരിൽ നമ്മൾ വിളിക്കുന്ന പുതിയൊരു സാങ്കേതിക വിപ്ലവത്തിൻ്റെ കാലത്ത്, ഈ കാലത്ത് ജസ്റ്റ് ലൈക്ക് ഫിസിക്കൽ ലേബറിനെ എങ്ങനെയാണോ ഓട്ടോമേറ്റ് ചെയ്തത്, അതുപോലെ കോഗ്നിറ്റീവ് ലേബറിനെ, നമ്മളുടെ ചിന്താശക്തിയെ, നമ്മൾ ചിന്തിച്ച് ചെയ്യുന്ന പ്രവർത്തികളെ, ബൗദ്ധികമായി ചെയ്യുന്ന പ്രവർത്തികളെ ഒരു പരിധിവരെ ഓട്ടോമേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് പൂർണ്ണമായിട്ടും ആയിട്ടില്ല. തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന പോലെ നിർമ്മിത ബുദ്ധി അതിൻ്റെ വളരെ വളരെ ഏർലി സ്റ്റേജിലാണ്. അതിൻ്റെ ഏർലി സ്റ്റേജസ് ഓഫ് എ ഐ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ എന്നാൽ തന്നെയും മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളെയും അതിൻ്റെ എത്രയോ ഇരട്ടി വേഗത്തിൽ, എത്രയോ ഇരട്ടി എഫിഷ്യൻസിയിൽ, എത്രയോ ഇരട്ടിയിൽ നമ്മൾ കൺവേർട്ട് എ ഐ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കാം എ ഐ ടൂൾസും വളരെ പെട്ടെന്ന് ആൾക്കാർ അഡോപ്റ്റ് ചെയ്യുന്നത്. ചാറ്റ് GPT എന്ന പേരിൽ കഴിഞ്ഞ നവംബറിൽ ഇറക്കിയ ഒരു GPT മോഡൽ നമ്മൾ പലരും വളരെ എക്സ്റ്റൻസീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നത്തെ ഈ ചർച്ച നമ്മൾ തുടങ്ങുന്നത്. അതായത് എ ഐ കൊണ്ട് നമുക്ക് ഇന്ന് മനുഷ്യ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ നമുക്ക് നേരിടാൻ കഴിയുമോ? അതെങ്ങനെ നേരിടാൻ കഴിയും? നമുക്ക് ഇന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള പല സമൂഹങ്ങളെയും എ ഐ ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയുമോ? നമുക്കൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ കഴിയുമോ? അത് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ട് രീതിയിൽ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. കാര്യം ആദ്യത്തെ ഭാഗത്ത് എ ഐ എങ്ങനെ സമൂഹത്തിൽ ഇന്ന് നിൽക്കുന്ന അസമത്വത്തെ എങ്ങനെ എ ഐ കൊണ്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഹൗ ഡു യു മേക്ക് വേൾഡ് മോർ ഇൻക്ലൂസീവ് സൊസൈറ്റി വിത്ത് എ ഐ? ഇതായിരിക്കണം നമുക്ക് ഒരുപക്ഷെ ആദ്യത്തെ പാദത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിയുക. അതിൻ്റെ ഒരു ഇക്വിറ്റി എന്നൊരു പോർഷൻ കൂടിയുണ്ട്. അതായത് ഇതിൻ്റെ ബെനിഫിറ്റ് ഒരുപോലെ എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്നത് ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ്. അതിനെക്കുറിച്ച് നമുക്ക് ആദ്യത്തെ പാദത്തിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ പാദത്തിൽ എ ഐ ഉണ്ടാക്കുന്നതിൽ ഒരു ഇൻക്ലൂസിവിറ്റിയുടെ ഇഷ്യൂ ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പോലെ ഒരു എ ഐ ടൂളിനോട് നമ്മൾ ചോദിക്കുകയാണ്, ലോകത്തെ 10 നല്ല ജേർണലിസ്റ്റുകളുടെ പേര് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% ചാൻസ് അത് വെസ്റ്റേൺ ജേർണലിസ്റ്റുകളുടെ പേരുകളായിരിക്കും പറയുക. അതുമാത്രമല്ല, അത് പറയുന്നതിൽ ഒരു നല്ല ശതമാനവും മെയിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പർ ജെൻഡർ ബാലൻസോ അല്ലെങ്കിൽ പ്രോപ്പർ ഗ്ലോബൽ ബാലൻസോ ഒന്നും ഇല്ലാതെയാണ് പല എ ഐകളും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. സോ ദർ ഈസ് എൻ ഇഷ്യൂ ഓഫ് ഇൻക്ലൂസിവിറ്റി ഇൻ ദ എ ഐ ഡെവലപ്മെൻറ്റ് ഇറ്റ്സെൽഫ്. ആ ഒരു ഇഷ്യൂ നമുക്ക് രണ്ടാമത്തെ പാദത്തിൽ ചർച്ച ചെയ്യാം. ആദ്യത്തെ പാദത്തിൽ എങ്ങനെയാണ് എ ഐ ഇന്നത്തെ മനുഷ്യൻ്റെ സമൂഹത്തിന്, മനുഷ്യൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ എങ്ങനെ എ ഐ ടൂൾ കൊണ്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയും. അത് ഫിനാൻഷ്യലായിട്ടുള്ള ചലഞ്ചുകളാവട്ടെ, അല്ലെങ്കിൽ ആക്സസിബിലിറ്റി ചലഞ്ചുകളാവട്ടെ, ഭാഷാപരമായ ചലഞ്ചുകളാവട്ടെ, ഇവയെല്ലാത്തിനെയും ഒരു പരിധിവരെ എ ഐ ടൂൾസിന് അഡ്രസ്സ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഐ ഹാവ് 2 എക്സ്പേർട്സ് വിത്ത് മീ ഇൻ ദിസ് പാനൽ. പ്രൊഫസർ നാരായണൻ നമുക്കറിയാവുന്ന പോലെ IIIT ഹൈദരാബാദിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹം ഈ മേഖലയിൽ വളരെയധികം പ്രാഗൽഭ്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ സാറിനോട് തന്നെ തുടങ്ങാം.
According to you, how do AI addresses the inequalities existing in the society? ഇന്നത്തെ സൊസൈറ്റിയുടെ അസമത്വം എങ്ങനെ അഡ്രസ് ചെയ്യും? Thank you, Saji, and thank you for everyone for inviting. AI, സജി പറഞ്ഞതുപോലെ തന്നെ AI എന്ന പുതിയ ഇന്നത്തെ ഒരു സാങ്കേതിക വിദ്യയുടെ ഒരു ഭാഗമാണ്. അത് സമൂഹത്തിന് പല ഗുണങ്ങളും വരുത്തുന്നുണ്ട്. നമ്മളെന്നും ഉപയോഗിക്കുന്ന, ഇപ്പോൾ നമ്മൾ അറിയാതെ ഉപയോഗിക്കുന്ന, ഇപ്പോൾ നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച്, അല്ലെങ്കിൽ എന്ത് സെർച്ച് ചെയ്താലും ആ സെർച്ച്, ഇന്നത്തെ സെർച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് തരുന്ന വിധത്തിലുള്ള പേഴ്സണലൈസേഷനും അത് നമ്മളെല്ലാവർക്കും ഗുണം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിന് പുറകിലും AI ടൂൾസ് തന്നെയാണ് ഉള്ളത്. പക്ഷെ അതിനൊക്കെ പുറമെ വളരെ പ്രകടമായിട്ട് കാണുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഭാഷകൾ, നമ്മൾ 22 ഭാഷകൾ, 25 ഭാഷകൾ ഒഫീഷ്യൽ ഭാഷകളും വളരെയേറെ അൺഒഫീഷ്യൽ ഭാഷകളുമുള്ള രാജ്യമാണ് ഇന്ത്യ. അതിൽ ഇൻ്റർനെറ്റ് ഫലപ്രദമായി ഇൻ്റർനെറ്റ് ഉപയോഗിക്കപ്പെടുന്നത് ഇംഗ്ലീഷിൽ മാത്രമാണ്. ഇപ്പോൾ വിക്കിപീഡിയ ഒരു സ്വതന്ത്ര വിജ്ഞാന കോശമാണ്. വിക്കിപീഡിയയിൽ ഞങ്ങളൊരു കുറച്ചു കാലം മുമ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയപ്പോൾ ഹിന്ദിയിൽ 1,20,000 പേജുകളുണ്ട്. തെലുങ്ക്, മലയാളം, അങ്ങനെയുള്ള ബാക്കി മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ ഒരു 70,000-80,000 പേജുകളുണ്ട്. ഇംഗ്ലീഷിൽ 8 മില്യൺ, 80 ലക്ഷം പേജുകൾ. ഇതാണ് അതിൻ്റെ അന്തരം. അപ്പോൾ നമ്മൾ ഏത് കാര്യം നോക്കിയാലും വിക്കിപീഡിയ സെർച്ച് ചെയ്താൽ ഇംഗ്ലീഷിലൊരു പേജ് കണ്ടെന്നിരിക്കും, മലയാളത്തിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ കാണുകയില്ല. അപ്പോൾ അപ്പോൾ മലയാളമോ അല്ലെങ്കിൽ ഹിന്ദിയോ തെലുങ്കോ മാത്രം അറിയുന്നവർക്ക് വിക്കിപീഡിയയുടെ ഉപയോഗം ഉണ്ടാവുന്നില്ല എന്നാണ് അതിൻ്റെ കാര്യം. ഈ പേജുകൾ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ IIITയിൽ ഒരു 5 കൊല്ലം മുമ്പ് ഒരു വലിയ പ്രോജക്റ്റ് തുടങ്ങി, തെലുഗു വിക്കി പ്രോജക്റ്റ്. അത് ഈ വിക്കി പ്രോജക്റ്റ് പലർക്കും പരിചയമുണ്ടാകും. വിക്കി എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷ് ലേഖനങ്ങളെടുത്ത് മലയാളത്തിലേക്കോ അല്ലെങ്കിൽ തെലുങ്കിലേക്കോ ട്രാൻസ്ലേറ്റ് തർജ്ജമ ചെയ്ത് അതിലിട്ടാൽ അവർ സ്വീകരിക്കില്ല. അതിനൊരു കമ്മ്യൂണിറ്റി, അതിന് വേണ്ട ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് ആ സമൂഹം, ആ കൂട്ടായ്മ വേണം അതിനെ അംഗീകരിക്കാനും അതിനെ അപ്രൂവ് ചെയ്യാനും അതിനെ എഡിറ്റ് ചെയ്യാനും ഒക്കെ. അതൊരു വലിയൊരു പ്രോസസ്സാണ്, അത്ര എളുപ്പമല്ല. ഇന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റിലേക്ക് എല്ലാ ആർട്ടിക്കിളും കയറ്റി അതിൻ്റെ മലയാളം വെർഷൻ കയറ്റി അതിനെ കുറച്ച് എഡിറ്റ് ചെയ്ത് ചേർക്കാമെന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റഡ് അല്ല. അപ്പോൾ അതൊരു വലിയ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഭാഷകളിലേക്കും എങ്ങനെ വ്യാപിപ്പിക്കാൻ പറ്റുമെന്ന്. അത് IIITയിൽ ഒരു ലാംഗ്വേജ് ഇൻഫർമേഷൻ റിട്രീവൽ അല്ലെങ്കിൽ ലാംഗ്വേജ് ടെക്നോളജി ഗ്രൂപ്പ്, വളരെ പഴയ ഗ്രൂപ്പ് ഉള്ളതാണ്. അവർ ഇതിനെ ഒരു കണ്ടൻറ് ജനറേഷൻ പ്രോജക്റ്റ് മാത്രമല്ല ആയിട്ടുള്ള കണ്ടൻറ് ഡിസ്കവറി, ഏതൊക്കെ ടോപ്പിക്കുകൾ ഓരോ ഭാഷയിലുള്ള യൂസേഴ്സിനും താല്പര്യമുള്ളതാണ് അത് കണ്ടുപിടിച്ച് അതിനെ എങ്ങനെയെങ്കിലും പ്രയോറിറ്റൈസ് ചെയ്ത് വിദഗ്ധരെ കൊണ്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇങ്ങനെ വലിയൊരു പ്രോസസ്സാണ്. അതിനൊരു തുടക്കമിട്ടിട്ടുണ്ട്. അവർ തെലുങ്കിലിപ്പോൾ അവർ 3 ലക്ഷം, 70,000 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, 3 ലക്ഷത്തോളം പുതിയ ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ വിക്കിയിൽ കയറാൻ അവരുടെ എഡിറ്റേഴ്സിനാണ് ഇപ്പോൾ ക്ഷാമം. അതൊരു ഉദാഹരണം. ഇതിനും പുറമെ ഇതിലും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് ഭാഷിണി എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന ഒരു പ്രോജക്റ്റാണ്. അത് ഏത് ഇന്ത്യൻ ഭാഷയിൽ നിന്നും മറ്റേത് ഇന്ത്യൻ ഭാഷയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ലേഖനം കൊടുത്ത് ട്രാൻസ്ലേറ്റ് മാത്രമല്ല, സ്പീച്ചിന്ന് ആദ്യം നമ്മൾ ഇതിലേക്ക് മലയാളത്തിൽ സംസാരിച്ചാൽ ആദ്യം ഈ ഫോൺ തന്നെ അല്ലെങ്കിൽ ക്ലൗഡിൽ ഏതെങ്കിലും ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതിനെ മലയാളം ടെക്സ്റ്റാക്കി മാറ്റി, ഈ ശബ്ദത്തിൽ നിന്ന് ഭാഷ ശബ്ദമായിട്ട് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാവും, പക്ഷേ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അതിനെ ടെക്സ്റ്റാക്കി മാറ്റി ആ മലയാളം ടെക്സ്റ്റിനെ തെലുങ്കോ ഹിന്ദിയോ ടെക്സ്റ്റാക്കി മാറ്റി മറ്റേ എൻഡിൽ അതിനെ ശബ്ദമാക്കി, ടെക്സ്റ്റ് ടു സ്പീച്ച് ഉപയോഗിച്ച് ശബ്ദമാക്കി മാറ്റി. ഇവിടെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്നത് ബംഗാളിലുള്ള ഒരു വ്യക്തിക്ക് ബംഗാളി കേൾക്കാം. ഒരേ ഭാഷ, രണ്ടുപേരും മാതൃഭാഷയിൽ സംസാരിച്ച് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കും. ഇതാണ് അതിൻ്റെ അന്തിമ ലക്ഷ്യം. അതിന് പടിപടിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ChatGPT ഒക്കെ വന്നതോടുകൂടി ഇന്ത്യൻ ഭാഷയിൽ ഇതുപോലെയുള്ള ടൂൾസ് വളരെ കുറവാണ് എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഭാരത് GPT എന്നൊക്കെ പറഞ്ഞ് പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഭാഷ ഇപ്പോൾ നമ്മൾ TV തുറന്നാൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് തുറന്നാൽ വിജ്ഞാനത്തിൻ്റെ വലിയൊരു ശേഖരം തന്നെ അവിടെയുണ്ട്. ഇപ്പോൾ നമ്മൾ എളുപ്പമുള്ള കാര്യം, ഇപ്പോൾ ഈ നാഷണൽ ജിയോഗ്രാഫിക് പോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകളും ഇതെല്ലാം ഇംഗ്ലീഷിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് ഇതുപോലൊരു ഡിവൈസ്, ഈ ഫോൺ പോലൊരു ഡിവൈസ് ആ TV യിൽ അറ്റാച്ച് ചെയ്താൽ
ഇംഗ്ലീഷിൽ വരുന്ന നാഷണൽ ജിയോഗ്രാഫിക് ചാനലോ അതുപോലെ മറ്റ് ഫ്രഞ്ചിൽ വരുന്ന വേറെ എന്തോ ചാനലോ മലയാളത്തിൽ തത്സമയം കേൾക്കാൻ പറ്റുക എന്നുള്ളത് വളരെ സാധ്യമായൊരു കാര്യമാണ്. അതിന് ടെക്നോളജി കുറച്ചുകൂടി മുമ്പോട്ട് പോകാനുണ്ട്, പക്ഷേ അത് ഇന്നല്ലെങ്കിൽ നാളെ തന്നെ സാധ്യമാവും. ഇതൊരു വളരെ എല്ലാവരെയും ഉപയോഗപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ ഈ പ്രത്യേക കണ്ണ് കാണാൻ കാഴ്ച പരിമിതിയുള്ള ദൃഷ്ടി പരിമിതിയുള്ളവർക്ക് സ്ക്രീൻ റീഡിങ് അത് വളരെ പഴയ ഒരു ടെക്നോളജിയാണ്. ഇതുപോലെ ഇതിനേക്കാളും സ്ക്രീൻ റീഡിങ് മാത്രമല്ല, അതിനെ കുറച്ചുകൂടി അനലൈസ് ചെയ്ത് പലതും പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പരിമിതികളുള്ളവർ ആ പരിമിതിയെ ഓവർകം ചെയ്യാനുള്ള പല ടൂൾസും എഐക്ക് കൊണ്ടുവരാൻ കഴിയും. പിന്നെ സമൂഹത്തിൻ്റെ ഏത് തുറയിലുള്ളവർക്കും AI എന്ന് പറയപ്പെടുന്ന വളരെ വിശാലമായ ടെക്നോളജി ടൂൾ ഉപയോഗിച്ച് പലതും ചെയ്യാനുണ്ട്. അത് തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് ഓരോന്ന് തുടങ്ങുമ്പോഴത്തേക്കും അതിനായിട്ട് കോൺട്രവേഴ്സിയും വന്നുകൊണ്ടിരിക്കും, വിവാദങ്ങൾ. അതുകൊണ്ട് പല ദോഷങ്ങളുണ്ടാവുന്നു വരുന്നു. അത് ശരി തന്നെയാണ്. ആ വിവാദങ്ങൾ അല്ലെങ്കിൽ അത്തരം ദോഷകരമായ കാര്യങ്ങളെ മാറ്റിവെച്ചിട്ട് ഗുണകരമായ ഫലങ്ങൾ മാത്രം കൊണ്ടുവരിക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. അത് എളുപ്പമുള്ള കാര്യമല്ല. എന്തുകൊണ്ടെന്നാൽ ഈ പ്രോഫിറ്റബിലിറ്റി ഉള്ളതുകൊണ്ട് പലതും ചെയ്യും. അത് ഈ AI വേറൊരു ഗുണവും ദോഷവുമായിട്ടുള്ളത് ആക്സസ് ടു AI ടൂൾ ഉപയോഗിക്കാനുള്ള വിഷമം വളരെ കുറവാണിപ്പോൾ. ഒരു ബ്രൗസർ ഉണ്ടെങ്കിൽ ആർക്കും ചാറ്റ് GPT അല്ലെങ്കിൽ അതിനേക്കാളും സോഫിസ്റ്റിക്കേറ്റഡ് ആയ ടൂൾസ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു പുതിയൊരു കോഡ് എഴുതി നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിലും കുറച്ച് ട്രെയിൻ ചെയ്യപ്പെട്ടാൽ 2 ആഴ്ച 3 ആഴ്ചത്തെ പണിയുള്ളൂ. അതുകൊണ്ട് ആർക്കും എന്തും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിന് ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ബയാസുകളും പലതരത്തിലുള്ള അസമത്വങ്ങളും അതിലുണ്ടോ എന്നുള്ളത് നോക്കാനാവില്ല. അപ്പോൾ ഇതിനുള്ള റെഗുലേഷൻ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ AI വലിയൊരു പ്രശ്നമായിരിക്കുന്നത്. ഈ AI പെട്ടെന്ന് എല്ലാവരും സമൂഹത്തിലേക്ക് എത്തുമ്പോൾ അത് എത്തുന്നത് അതിൽ സമത്വവും അതിൽ മറ്റ് തരത്തിലുള്ള നമ്മുടെ മൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തരം ചിന്തകൾ ഈ ഡെവലപ്മെൻറ്റ് പുറകിലേ വരുന്നുള്ളൂ. ആദ്യം ഡെവലപ്മെൻറ്റ് വരും, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുന്നത്. ഇത് സജി പറഞ്ഞതുപോലെ ഇതൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ആയിരുന്നു. ഒരു 5-6 കൊല്ലം മുമ്പ് ഈ പല ഫേസ് റെക്കഗ്നിഷൻ ജെൻഡർ റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ എടുത്തവർ ഫേസ് റെക്കഗ്നിഷൻ ജെൻഡർ റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ എടുത്തിട്ട് ഈ ആമസോൺ, മൈക്രോസോഫ്റ്റ്, IBM തുടങ്ങിയ വലിയ കമ്പനികളുണ്ടാക്കിയ സോഫ്റ്റ്വെയറാണ്. അവർക്കൊന്നും മോശമായ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ യാതൊരു താല്പര്യമില്ല. അവർ സിസ്റ്റമാറ്റിക് അനലൈസ് ചെയ്തിട്ട് ഇവർ വൈറ്റ് മെയിൽ വെള്ളത്തൊലി ആണുങ്ങളുടെ ഫേസ് ആർ നെവർ മിസ്റ്റേക്കൺ. 98%, 99% ആക്യുറസി. ഇതേ സാധനം ഡാർക്ക് സ്കിൻ ഫീമെയിൽ ആയപ്പോഴത്തേക്കും 72%, 78%, 20%, 25% ഡിഫറൻസാണ് ഇതിൻ്റെ റെക്കഗ്നിഷൻ. ഇത് കേട്ടാൽ നമുക്ക് തമാശയായിട്ട് തോന്നും. പക്ഷേ ഇന്നിപ്പോൾ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ ഉണ്ടാക്കുന്നു. ഈ കാറുകൾ ക്യാമറ ഉപയോഗിച്ചും കൂടിയാണ് ചുറ്റും ആളുണ്ടോ എന്നൊക്കെ നോക്കുന്നത്. അതിപ്പോൾ വെളുത്ത തൊലിക്കാരനെ പെട്ടെന്ന് തിരിച്ച് ആക്സിഡൻറ്റ് ഉണ്ടാവില്ല, കറുത്ത തൊലിക്കാരൻ അവിടെ നിൽക്കുന്നതെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ. ഇതൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള നമ്മളുണ്ടാക്കുന്ന സിസ്റ്റങ്ങൾ ഏതെങ്കിലും വിഭാഗത്തിന് എതിരായിട്ട് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള ഇത്തരത്തിലുള്ള സ്റ്റഡി നടക്കുന്നില്ല ഇപ്പോൾ, അല്ലെങ്കിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന് ഇന്നത്തെ AI ഡെവലപ്മെൻറ്റ് അധികവും വലിയ കമ്പനികളാണ് നടത്തുന്നത്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ഫേസ്ബുക്ക്, വൻപൻ കമ്പനികൾ. അവർ ലാഭേച്ഛമാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അവർ ഈ ബയാസം ഉണ്ടാക്കണമെന്ന് അവർക്ക് ആഗ്രഹമൊന്നുമില്ല. പക്ഷേ അതിനവർ മുൻതൂക്കം കൊടുക്കുന്നില്ല. അതിനുള്ള നടപടികളും കൂടി തുടങ്ങണമെന്നാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ആവശ്യം. ഇവിടെ നിർത്തുന്നു ഞാൻ പിന്നെ പറയാം. റൈറ്റ്. അത് ഇൻഫാക്റ്റ് ഐ തിങ്ക് പ്രൊഫസർ നാരായണൻ പറഞ്ഞതുപോലെ നമ്മുടെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പാർശ്വവൽക്കപ്പെടുന്നത് ഭാഷയുടെ കാര്യത്തിലാണ്. കാരണം നമുക്കറിയാവുന്ന പോലെ വിജ്ഞാനം ഇപ്പോൾ വളരെ ഈസിയിൽ അവൈലബിൾ ആണ്. പക്ഷേ അത് അവൈൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അറിയണം, അല്ലെങ്കിൽ ടെക്നോളജി അറിയണം. അതിൽ നിന്ന് മാറിയിട്ട് AI ടൂൾസ് വെച്ച് നമുക്ക് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാനുള്ളൊരു മോഡൽ വന്നു. അനുവാദിനിയും ഭാഷണിയും എല്ലാം ഇന്ത്യയിൽ തന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ ഇത് ഒരു സോഫ്റ്റ്വെയർ സൈഡിലാണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ ഏത് സാങ്കേതികവിദ്യ വരുമ്പോഴും അത് പലപ്പോഴും ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രമായിരിക്കും ബെനിഫിറ്റ് ചെയ്യുക. ഒരു സാങ്കേതികവിദ്യയുടെ ശരിക്കുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ താലിസ്മ ആണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഏറ്റവും പാവപ്പെട്ടവന്, ഏറ്റവും പാർശ്വവൽക്കപ്പെട്ടവന് അത് ഉപയോഗപ്പെടുമ്പോഴാണ് അത് ഏറ്റവും ബെനിഫിറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞു.
അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് വിമൽ ഗോവിന്ദ്. ഒരുപക്ഷെ നിങ്ങൾക്ക് വിമൽ ഗോവിന്ദിൻ്റെ കമ്പനിയെക്കുറിച്ച് അറിയാമോയെന്ന് എനിക്കറിയില്ല. ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രശസ്തമായിട്ടുള്ള റോബോട്ടിക് കമ്പനിയാണ്. ഇന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഇന്ത്യയുടെ ഏത് ഭാഗത്തും ഏതെങ്കിലും ഒരാൾ ഒരു ഡ്രെയിനേജിൽ ക്ലീൻ ചെയ്യാൻ ഇറങ്ങി മരിക്കുകയോ എന്തെങ്കിലും അപകടം പറ്റുകയോ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് എക്സിക്യൂട്ടീവ്സ്, അത് ആനന്ദ് മഹീന്ദ്ര ആവട്ടെ അമിതാഭ് ബച്ചൻ ആവട്ടെ, അവർ ട്വീറ്റ് ചെയ്യും, തിരുവനന്തപുരത്ത് ഒരു കമ്പനിയുണ്ട്, ആ കമ്പനി ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു കമ്പനി, അതായത് എങ്ങനെയാണ് സ്കാവഞ്ചേഴ്സിനെ, മാനുവൽ സ്കാവഞ്ചിങ് എന്നുള്ളതിനെ റോബോട്ട് കൊണ്ട് മാറ്റാൻ കഴിയും എന്ന്, ടെക്നോളജി എങ്ങനെ നമുക്ക് ഏറ്റവും ഒരുപക്ഷെ ഏറ്റവും ഡേർട്ടി എന്ന് നമുക്ക് പറയാവുന്ന ഒരു ജോബിനെ ഏറ്റവും നല്ല ജോബായിട്ട് മാറ്റാൻ കഴിയുമെന്നത് പ്രൂവ് ചെയ്ത ഒരു വളരെ യങ് ആയിട്ടുള്ളൊരു ഓൺട്രപ്രണറാണ്. 2017 തുടങ്ങിയ കമ്പനിയാണ്. കോളേജിൽ നിന്ന് പാസ് ഔട്ടായ ഉടനെ തന്നെ തുടങ്ങിയതാണ്. പക്ഷേ ആ ഒരു കമ്പനി ഇന്ന് ലോകത്ത് തന്നെ, അത് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ ആയിരുന്നു അത് ലോഞ്ച് ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും UN സെക്രട്ടറി ജനറലും കൂടി ഈ പ്രോഡക്റ്റ് ഡൽഹിയിൽ ലോഞ്ച് ചെയ്തു. അപ്പോൾ അങ്ങനെ വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് കേരളത്തിൽ നിന്ന് ഒരുപക്ഷെ AI വെച്ച് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റിൻ്റെ CEO ആണ് വിമൽ ഗോവിന്ദ്. അപ്പോൾ വിമലിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, AI നമ്മൾ പലപ്പോഴും പറയുന്നത് സോഫ്റ്റ്വെയർ സൈഡിലാണ്. പക്ഷേ AI കമ്പ്യൂട്ടർ വിഷൻ അങ്ങനെയുള്ളത് കൊണ്ട് നമുക്ക് അതുവരെ ചെയ്യാൻ കഴിയാതിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിലൊരു വലിയൊരു പ്രശ്നമാണ്. നമുക്കറിയാം, മാനുവൽ സ്കാവഞ്ചിങ്, അല്ലെങ്കിൽ പീപ്പിൾ ആർ ആക്ച്വലി ബീൻ ഫോഴ്സ് ടു ഗെറ്റ് ഇൻ ടു ജോബ്സ്, അവരുടെ ഹെൽത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സൊല്യൂഷനാണ് നിങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ആപ്ലിക്കേഷൻസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തായിരുന്നു പ്രചോദനം? ഇതുപോലെയുള്ള നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കൊണ്ടുവരാനുള്ളൊരു ഒരു 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 ക്യാൻവാസ് നമ്മുടെ മുമ്പിൽ AI തുറന്നിടുന്നില്ലേ? അത് എത്രമാത്രം നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും? ആൻഡ് ഓൾസോ ഐ തിങ്ക് യു ഷുഡ് ഓൾസോ സേ ദാറ്റ് ഇതൊരു സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പാണ്. ഇതൊരു ബിസിനസ്സായിട്ട് തന്നെ നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നുണ്ട്, ലാഭകരമായിട്ട് തന്നെ നടത്താൻ കഴിയുന്നുണ്ട് അല്ലേ? അതും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമുക്ക് എങ്ങനെ ടെക്നോളജിയെ പോസിറ്റീവായിട്ട് ഉപയോഗിച്ച് നമുക്ക് സ്വന്തമായിട്ടൊരു ഇൻഡസ്ട്രി തുടങ്ങാനും കഴിയും, അതോടൊപ്പം ഒരുപാട് സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താനും കഴിയും എന്നതാണ് വിമൽ പ്രൂവ് ചെയ്തത്. സോ ലെറ്റ്സ് ഹിയർ ഫ്രം വിമൽ ഓൺ ദാറ്റ് സ്റ്റോറി ആൻഡ് ഹൗ ദിസ് ഈസ് മേക്കിംഗ് എൻ ഇമ്പാക്റ്റ് ഓൺ ദി മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. ഹലോ, ആദ്യം നമ്മുടെ ഇൻസ്പിറേഷൻ പറയാം. അതായത് ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു പഠിച്ചിരുന്ന സമയം എന്ന് പറഞ്ഞാൽ 2015-16 ടൈമിലാണ്, 16 പാസ് ഔട്ട്. അപ്പോൾ ആ ടൈമിൽ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ റോബോട്ടിക്സ് ആൻഡ് AI ബിക്കം എ ഫെമിലിയർ ടേം. ദാറ്റ് ഈസ് വേർ ദിസ് കൈൻഡ് ഓഫ് തിങ്സ് എന്താ പറയുക, ഇനീഷ്യലി ഒരു ട്രെൻഡ് പിടിക്കും ഈ സമൂഹത്തിലേക്ക് ഇതൊക്കെ വരുന്നതിൻ്റെ മുമ്പ്. അപ്പോൾ ആ ടൈമിൽ വി ആർ അവെയർ ദാറ്റ് ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ഫ്യൂച്ചർ. കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി വേൾഡ് ഈസ് ഗോയിങ് ഫോർ റോബോട്ടിക്സ് ആൻഡ് AI. ഇത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് വി ഫെൽറ്റ്. സോ വി വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ്. എഞ്ചിനീയറിംഗിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ് ടു ഡേറ്റ് ആവണം. ആ ഒരു വേൾഡിൻ്റെ ഒപ്പം നിന്നാലേ ആണ്, അല്ലാതെ ഒരു ഏൻഷ്യൻ ടെക്നോളജി പഠിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. സോ അതിനുള്ള അവസരങ്ങൾ കോളേജിൽ വളരെ കുറവായിരുന്നു. സിലബസൊക്കെ എനിക്ക് തോന്നുന്നു 2016 ശേഷമാണ് ഡ്രാസ്റ്റിക്കലി AI ആൻഡ് റോബോട്ടിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ വി പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഈ റോബോട്ടിക് ടെക്നോളജി ബൈ ലേണിംഗ് അതർ പാറ്റേൺസ് ആൻഡ് അതർ റിസർച്ച് പേപ്പേഴ്സ് ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് ദ സിലബസ്. അങ്ങനെ അതിലൊരു ഫെമിലിയാരിറ്റി ഉണ്ടാക്കി. ആ ടൈമിൽ വി വർക്ക്ഡ് ഓൺ വൺ പെർട്ടിക്കുലർ ടെക്നോളജി കോൾഡ് ആസ് എക്സോസ്കെലറ്റൻ. എക്സോസ്കെലറ്റൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അയൺമാൻ മൂവി പോലുള്ള ഒരു ഡിവൈസാണ്. സോ ഐ തിങ്ക് during that particular period, this particular movie shown a real impact of how to use a personal assistant in a very developed manner. ഇപ്പോൾ നമ്മുടെ സിറി മാതിരിയൊന്നുമല്ല, ഇറ്റ്സ് വെരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ജാർവിസ് എന്നുള്ള ഒരു വെർച്വൽ അസിസ്റ്റൻസ് ഈ അയൺമാൻ മൂവിയിൽ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ ടു ടെക് ഡെവലപ്മെൻറ്റ്. ആൻഡ് ദാറ്റ്സ് ഡ്രിവൺ അസ് ഇനീഷ്യലി ടു വർക്ക് ടുവേർഡ്സ് ഡെവലപ്പിംഗ് ആൻ എക്സോസ്കെലറ്റൻ. അങ്ങനെ 2015 ഞങ്ങളൊരു ഫസ്റ്റ് എക്സോസ്കെലറ്റൻ ഡെവലപ്പ് ചെയ്തു. അതിനൊരു പേഴ്സണൽ അസിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഒരു മെക്കാനിക്കൽ സ്യൂട്ട് വെയർ എ പേഴ്സൺ ക്യാൻ കൺട്രോൾ ഇറ്റ്. ലേറ്റർ അതിനെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ട് 2016 മുന്നേ അനദർ ഒരു സ്യൂട്ടും കൂടി ഞങ്ങൾ ഇറക്കി, കുറച്ചുകൂടി ഇലക്ട്രിക്കലി പവർഫുൾ ആയിട്ട്. ഒരു 100 kg വരെ ഇഫ് എ പേഴ്സൺ ലിഫ്റ്റ് ഓൾസോ ഈ ഡസ് നോട്ട് ഫീൽ എനിത്തിങ് ഓൺ ഹിസ് ബോഡി. ഇറ്റ്സ് ആൾ സെൻസർ ബേസ്ഡ് സിസ്റ്റം. ഇത് ഈ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വേൾഡ് റോബോട്ടിക്സ് ആൻഡ് AI എന്നുള്ള ഒരു എന്താ പറയുക ആ ഒരു ഡെവലപ്മെൻറ്റ് സെഗ്മെൻറ്റിലേക്ക് ഒരു എൻട്രി തന്നത്. ഈ പ്രോജക്റ്റ് വെച്ചിട്ട് ഞങ്ങൾ വി പുട്ട് ഇറ്റ് ഇൻ ടു റിസർച്ച് പബ്ലിക്കേഷൻസ്. അപ്പോൾ അമേരിക്കൻ സൊസൈറ്റി ഫോർ റിസർച്ച് എന്ന് പറഞ്ഞ റോബോട്ടിക്സിൻ്റെ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ് ദേ പിക്ഡ് ഇറ്റ് അപ്പ്. ദേ ഇൻവൈറ്റഡ് ഫോർ എ പ്രസൻറ്റേഷൻ സിംഗപ്പൂർ. ഇത് നടന്നത് ഏകദേശം 2015-16 ടൈമിലാണ് തന്നെ.
അങ്ങനെ അവിടെ പോയി പ്രസൻറ്റ് ചെയ്തു. ആൻഡ് ആ പ്രസൻറ്റേഷനിൽ ഒരു ബെസ്റ്റ് പേപ്പർ പ്രസൻറ്റേഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ പേപ്പറിന് അവാർഡ് കിട്ടി. അപ്പോഴാണ് നമ്മൾ അതുവരെ നമുക്ക് സെൽഫ് ഡൗട്ട് ഉണ്ട്, ലൈക്ക് വി ഡോണ്ട് നോ വാട്ട് വേൾഡ് ഈസ് ഡൂയിങ്, വി ആർ ഡൂയിങ് സംതിങ് ഇൻ അവർ കോളേജ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് ഒരു ഇൻ്റർനാഷണൽ അംഗീകാരത്തിൽ ഒരുപാട് ജപ്പാനിൽ നിന്നൊക്കെയാണ് അന്ന് അവിടെ റോബോട്ടിക്സിനുള്ള പേപ്പറുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ജപ്പാനൊക്കെ വൺ ഓഫ് ദ അഡ്വാൻസ്ഡ് കൺട്രി ഫോർ ഡെവലപ്പിംഗ് റോബോട്ട്സ്. അപ്പോൾ അവിടെ നമുക്കൊരു അംഗീകാരം കിട്ടുമ്പോൾ ദാറ്റ്സ് ബൂസ്റ്റഡ് അവർ കോൺഫിഡൻസ് എ ലോട്ട്. ആൻഡ് ഇത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ വി വാണ്ട് ടു ഡു ഫർദർ ഡെവലപ്മെൻറ്റ് ഇൻ ആൻഡ് കൺവേർട്ടിങ് ദിസ് എക്സോസ്കെൽട്ടൻ ഇൻ ടു ഡിഫെൻസ് ആൻഡ് ആൾ ദാറ്റ്. പക്ഷേ ആ ഒരു ടൈമിലാണ് കോഴിക്കോട് വെച്ചിട്ട് തന്നെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. 3 മാനുവൽ സ്കാവഞ്ചേഴ്സ് എൻറ്റർഡ് ഇൻ ടു എ മാൻ ഹോൾ ആൻഡ് ദേ ഡൈഡ് ഇൻസൈഡ് ദ മാൻ ഹോൾ. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആൾസോ ട്രൈ ടു ഹെൽപ്പ് ദം, എ സിവിലിയൻ, ആൻഡ് ഹി ആൾസോ പാസ്ഡ് അവേ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ്. അപ്പം നമ്മൾ ടെക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് വേൾഡ് ഈസ് ഗോയിങ് ഇൻ ടു ഔട്ടർ സ്പേസ്. ലൈക്ക് നമ്മൾ മാസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു, വി ആർ കൺട്രോളിങ് ഇറ്റ് ഫ്രം ഹിയർ, and we are working for a defense. And whenever we talk about this advanced technology, people only think about these kind of things. Abhi accident undayappo the first thought came to us is like, why a person need to enter into drainage, why still that is there, rather than talking about advanced outer planetary kind of exploration with robotics. ഈ ഒരു നോബിൾ തോട്ടാണ് സത്യം പറഞ്ഞാൽ വി തോട്ട് ഓഫ്, ആൻഡ് ഫോർ അസ് ഇറ്റ്സ് എ സിമ്പിൾ ജോബ് ടു സോൾവ് ഇറ്റ് കമ്പയറിംഗ് ടു എ സ്പേസ് പ്രോബ്ലം. അപ്പോൾ we thought we are responsible, at least we are aware of this problem and it is happened in our society. We are engineers and we have technology to solve it also. Again, without a monetization അങ്ങനെ ഒരു ആംഗിളും ഇല്ലാതെയാണ് ആ പ്രോജക്റ്റ് ഞങ്ങൾ പിക്കപ്പ് ചെയ്തത്. ആൻഡ് വി ഡെവലപ്ഡ് എ പ്രോഡക്റ്റ്. അപ്പോൾ അതിന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഒരുപാട് സാധിച്ചിട്ടുണ്ട്. സാറായിരുന്നു അന്ന് CEO, and he saw the spark in us, and we are one of the first few startups to get grants and all from Kerala Startup Mission. ആ ഒരു ഗ്രാൻഡാണ് ഞങ്ങളതിനെ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത്. ഒരു വർഷത്തോളം അന്ന് 10 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ റൺ ചെയ്തിട്ടുണ്ട്. അന്ന് ഞങ്ങളുടെ സാലറി എന്നൊക്കെ പറഞ്ഞാൽ അറൗണ്ട് 10,000 ഒക്കെ ഞങ്ങൾക്ക് എടുക്കാൻ, അതും റൂം റെൻറ്റും കാര്യങ്ങൾക്കൊക്കെ പോയിരുന്നുള്ളൂ. പക്ഷേ വി ഡോണ്ട് തോട്ട് അബൌട്ട് എനിത്തിങ് ദാറ്റ്. വി ബിൽഡ് ദ ഫസ്റ്റ് പ്രോഡക്റ്റ് ആൻഡ് ദെൻ വി സോ ദ ഓപ്പർച്യൂണിറ്റി ഓഫ് കേരള വാട്ടർ അതോറിറ്റി കെയിം ഫോർവേഡ്. ദേ സീ അവർ എഫേർട്ട്, അവർ എഫേർട്ട് കണ്ട് അവർ വന്നു. ആൻഡ് ദെൻ ദേ ഗിവൺ അസ് ഓപ്പർച്യൂണിറ്റി ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ് ഇൻ കേരള വാട്ടർ അതോറിറ്റി, ആൻഡ് ദെൻ ഇറ്റ് ഈസ് റിപ്ലിക്കേറ്റഡ് ഫർദർ. അപ്പോഴാണ് ഇത് ഒരു ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞപ്പോഴാണ് ഫ്രം അതർ സ്റ്റേറ്റ്സ് പീപ്പിൾ സ്റ്റാർട്ടഡ് കോളിംഗ്, ലൈക്ക് ദേ ആൾസോ ഹാവ് സിമിലർ കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ആൻഡ് ദേ വാണ്ട് എ സൊല്യൂഷൻ. അത് അൺടിൽ ഓർ അൺലെസ് ഇറ്റ് സ്റ്റാർട്ട് സീയിങ് ഇൻ ദ റിയൽ വേൾഡ് പീപ്പിൾ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ്. സോ ഞങ്ങളതൊന്നും ചിന്തിച്ചിട്ടൊന്നല്ല ചെയ്തത്. വി ജസ്റ്റ് വാണ്ട് ടു അറ്റ്ലീസ്റ്റ് ബിൽഡ് വൺ. ആ ഒരു പാഷനും ആ ഒരു ആളുകളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ വി ബിൽഡ് വൺ ആൻഡ് ദാറ്റ് ഈസ് റിപ്ലിക്കേറ്റഡ് ഫർദർ. ആൻഡ് ദെൻ ഇറ്റ് വാസ് നോട്ട് എ പ്ലാൻഡ് ജേർണി ടിൽ ദാറ്റ് പെർട്ടിക്കുലർ ടൈം. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. And now 28 states we are working, 23 states we are working now, 3-4 union territory also. Deployed more than 300 units in India. We started exporting to Malaysia. We have office in UK running specifically in robotic kind of thing. And we become one of the expert in handling underground drainage systems using robotics and device. And in world level. And the Bendicote, the robot that we created, that's have a tagline which is given by even international media, world's first robotic scavenger. സോ ആ റോബോട്ടിക്സ് ആൻഡ് AI എന്നുള്ള ഒരു അഡ്വാൻസ് ടെക്നോളജി നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഈ സാനിറ്റേഷൻ എന്നുള്ള ഒരു ഗ്രൗണ്ടിൽ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അത് വേറൊരു കൺട്രി അങ്ങനെ ചെയ്യുന്നില്ല. ദാറ്റ്സ് എ സാഡ് റിയാലിറ്റി ഓൾസോ. സാനിറ്റേഷൻ ഓർ ഡ്രെയിനേജ് ക്ലീനിങ് ആൻഡ് ആൾ ഈസ് വൺ ഓഫ് ദ ലെസ് അഡ്വാൻസ്ഡ് സെഗ്മെൻറ്റ് കമ്പയറിംഗ് ടു ടെക് ആസ്പെക്ട്. സ്മാളർ ടെക്നോളജി പോലും അതിൽ ഒരുപാട് വന്നിട്ടില്ല. അപ്പോൾ അത് വി പിക്ഡ് ഇറ്റ് അപ്പ് ഇൻ എ ബിഗ് ലെവൽ ആൻഡ് വി നൗ ഹാവ് 3-4 systems handling different types of cleaning job. And now our objective was to create a solution which will do all these confined space problems. Confined space is not a dangerous environment, irrespective of whether it's a bomb diffusing or whether it is a handling inside a nuclear environment people boy working. നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് wherever human is risking their life, that kind of job we now started to work on and sold one by one. So this is the journey so far, and the inspiration was purely social aspect. And I feel personally being in the front of AI development for the last ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ we are aware that this kind of things is happening before it came to the society. Now also we are aware what you are seeing is only small fraction of AI development. In AI development, AI now, even today also I saw a news where OpenAI fund ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് 100 million ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഫിസിക്കലി ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൊണ്ടുവരാൻ. Now it is only restricted to computer system and mobile phone. Think about if you have a body like a human being and this artificial intelligence is running inside it.
And you can talk to that particular system and it will do whatever job without hesitation, without any error that humans are making. അങ്ങനെ ഒരു ജേണിയാണ്, അങ്ങനെ ഒരു വേൾഡാണ് വി ആർ ഗോയിങ് ടു സീ. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദിസ് വിൽ ടേക്ക് 30 years 40 years. അങ്ങനെയൊന്നുമില്ല. ഇൻ അവർ ലൈഫ് ടൈം വി ആർ ഗോയിങ് ടു സീ ദിസ്. As per our prediction, this will happen in 7 to 10 years of timeline, where we start see robotic system walks around in almost every place and doing almost complex job, menial jobs that humans are doing. So this is the reality. And just like Sar was telling, the AI revolution മുമ്പേ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ഫിസിക്കൽ ഹാർഡ് ലേബേഴ്സ് ഒക്കെ മെഷീൻസ് എടുക്കാൻ തുടങ്ങി. ഹ്യൂമൻസ് ആർ ഡൂയിങ് മെൻ്റൽ വർക്ക്. Now that mental work is also shifting. We don't need to do any work. That's the world we are going to live in now, consciously or unconsciously. I think that's the questions, right? താങ്ക് യു. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിൻ്റെ എയുടെ ഇഷ്യൂസിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മളിതിന് ഇൻക്ലൂസിവിറ്റിയുടെ 2 എക്സാമ്പിൾസാണ് കണ്ടത്. ഒന്ന് നാരായൺ സാർ പറഞ്ഞതുപോലെ എങ്ങനെ ഭാഷാ പരിമിതികൾ ഉള്ള ആൾക്കാർക്ക് പോലും ഭാഷ വളരെ എളുപ്പത്തിൽ സാങ്കേതികവിദ്യ അറിയാതെ പോലും അവർക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഒരു കാറ് വന്നപ്പോൾ കാറിൻ്റെ മെക്കാനിക്സ് ഒന്നും അറിയാത്തവരാണ് കാർ ഉപയോഗിച്ചത്. അവരാണ് ഒരുപാട് ജോലി സാധ്യതകൾ കൊണ്ടുവന്നത്, ഒരുപാട് പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നത്. അതുപോലെ നിർമ്മിത ബുദ്ധിയും ഒരുപാട് പുതിയ ജോലി സാധ്യതകൾ കൊണ്ടുവരുന്നുണ്ട്, ഇപ്പോഴുള്ള ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഇപ്പോൾ വിമൽ പറഞ്ഞ മാനുവൽ സ്കാവഞ്ചിങ് എന്ന് പറഞ്ഞാൽ. ഇവർ ഇപ്പോൾ അതുപോലെ തന്നെ ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് AI ബേസ്ഡ് ആയിട്ട് ജെൻ റോബോട്ടിക്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പല കമ്പനികളും മാർജിനലൈസ് ആയിട്ടുള്ള സെക്ഷൻസിനെ ഇൻക്ലൂസീവായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ മറ്റൊരു സ്കൂൾ ഓഫ് തോട്ടുണ്ട്. അതായത് സാങ്കേതികവിദ്യ എവിടെയൊക്കെ വികസിച്ചിട്ടുണ്ടോ, വളരെ ഫാസ്റ്റായിട്ട് പോയിട്ടുണ്ടോ, അവിടെയെല്ലാം അസമത്വവും അതിനോടൊപ്പം തന്നെ കൂടി എന്നുള്ളതാണ്. ഇപ്പോൾ ജിനി കോഎഫിഷ്യൻ്റ് നമ്മൾ പറയുന്ന അസമത്വത്തെ മെഷർ ചെയ്യുന്ന, എക്കണോമിക് ഇൻഇക്വാലിറ്റിയെ മെഷർ ചെയ്യുന്ന ജിനി കോഎഫിഷ്യൻ്റ് ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളെന്ന് പറയുന്നത് സാങ്കേതികമായിട്ട് മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അത് AI എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ കൊണ്ട് പുതിയ സങ്കേതങ്ങൾ വരികയും അത് പുതിയ പുതിയ മേഖലകളും പുതിയ കമ്പനികളെയും എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ സൊസൈറ്റിയിൽ ഇൻക്ലൂസിവിറ്റി കൂടുമ്പോൾ തന്നെ അസമത്വം കൂടാനുള്ള സാധ്യതയുണ്ടോ? ഈസ് ഇറ്റ് ഗോയിങ് ടു ഇൻക്രീസ് ദ ഇൻഇക്വാലിറ്റി in the wealth, inequality in many reasons? While it is inclusive, take lot of people in, but the wealth distribution may not be unique എന്നൊരു സ്കൂളിനെ കുറിച്ച്, that school of thought നെ കുറിച്ച് what is your opinion? AI ഒരു സാങ്കേതിക വിദ്യ മാത്രമാണ്. മറ്റ് സാങ്കേതിക വിദ്യകളെയും പോലൊരു സാങ്കേതിക വിദ്യ മാത്രം, അതൊരു ടൂളാണ്. ഈ ടൂൾ ഉപയോഗിക്കുന്നത് മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യർ ആ സമൂഹത്തിൻ്റെ ചിന്തകളും സമൂഹത്തിൻ്റെ ബയാസുമെല്ലാം ആ ടൂളിലും വരും, അതിൻ്റെ ഉപയോഗത്തിൽ വരും. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ അത് AI പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. AI ഉപയോഗിക്കുന്നവരെ ഒരു തലം അതിന് AI മുകളിൽ നോക്കിക്കാണുന്ന സമൂഹത്തിനോട് ചോദിക്കേണ്ട ചോദ്യമാണത്. പക്ഷേ അത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ പറയുന്നു സെൽഫ് ഡ്രൈവിംഗ് കാർ തന്നെ, ഈ കാറുകളെല്ലാം തന്നെ ഓടിക്കോളും, ഡ്രൈവർ വേണ്ട. ഇറ്റ് സൗണ്ട്സ് ലൈക്ക് എ ഗുഡ് ഐഡിയ. പക്ഷേ അത് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെല്ലാം ഡ്രൈവിംഗ് ഒരു ഉപജീവനമായ മാർഗമായി കഴിയുന്ന എത്രയോ പേരുണ്ട്. അവരതിൽ സന്തുഷ്ടരാവാൻ സാധ്യതയില്ല. പക്ഷേ ആക്സിഡൻറ്റ് കുറയും. അതാണ് ഇപ്പോൾ ഈ ഫുള്ളി ഓട്ടോമേറ്റഡ് കാറുകളാണ്. എല്ലാ കാറുകളും മനുഷ്യർ ഡ്രൈവ് ചെയ്യാത്ത കാറുകൾ, മനുഷ്യർ ഡ്രൈവ് ചെയ്യുന്ന കാറുകളെല്ലാം മാറ്റി ഫുള്ളി ഓട്ടോമാറ്റിക് ആയാൽ ആക്സിഡൻറ്റ് 0 ആക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മരണം 0 ആക്കാം. ഒരാൾ പോലും മരിക്കില്ല ഈ ആക്സിഡൻറ്റ് കൊണ്ടെന്ന് സ്ഥിതി വരുത്താൻ സാധിക്കും. അതതിൻ്റെ നല്ല വശമാണ്. പക്ഷേ അതിൻ്റെ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് പല ഡിസ്റപ്ഷനും ഈ സമൂഹത്തിൽ പല മാറ്റങ്ങളും വരും. അത് ചിലരെ മോശമായിട്ട് ബാധിക്കും, ചിലരെ മറ്റു പലരും വളരെ പോഷിപ്പിക്കപ്പെടുകയും ചെയ്യും. ഇതൊരു സാമൂഹ്യ തത്വമാണ്. ഇത് AI അല്ലെങ്കിൽ ആ തത്വം AI പരിപ്രേക്ഷ്യത്തിൽ നോക്കേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ AI നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പണ്ട് റോക്കറ്റ് ഫയർ ചെയ്യും, അല്ലെങ്കിൽ വലിയ വലിയ റോബോട്ടുകൾ, സ്പേസ് റോബോട്ട് ഓടുകയും ചെയ്യുന്ന കാലത്ത് AI ചെയ്യുന്ന കാര്യങ്ങളും പൊതുജനങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുള്ള ഇൻ്റർസെക്ഷൻ വളരെ കുറവായിരുന്നു. ഇന്നത് കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട്
അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ കാണുന്നത് നമ്മളെ തന്നെയും നമ്മൾ കാണുന്ന സമൂഹത്തിലെ എല്ലാവരെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, AI-യുടെ ഇത്രയും സ്പീഡിൽ അഡോപ്റ്റ് ചെയ്യപ്പെട്ട ടെക്നോളജി ഇല്ല. ഒരു ടെക്നോളജി, കാറ്, ഓട്ടോമൊബൈൽ എന്ന സാധനം ഫോർഡോ അല്ലെങ്കിൽ ആരോ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം അത് 1 മില്യൺ ആൾക്കാർ, 10 ലക്ഷം ആൾക്കാർ എന്ന് ഉപയോഗിച്ചു എന്നുള്ള എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷമാണ്. അതുപോലെ ഓരോ ടെക്നോളജിക്കും ഇതൊരു ട്രേസ് ചെയ്യാറുണ്ട്. എയറോപ്ലെയിൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് മില്യൺത്ത് 10 ലക്ഷം പാസഞ്ചർ, 1 കോടി അല്ലെങ്കിൽ 10 ലക്ഷം ആൾക്കാർ എന്നാണ് യാത്ര ചെയ്തത്. അത് എത്രയോ ശതാബ്ദങ്ങളെടുത്തിരിക്കും, ദശാബ്ദങ്ങളെടുത്തിരിക്കും. AI ChatGPT അനൗൺസ് ചെയ്തിട്ട് അത് 1 മില്യൺ ആൾ ഉപയോഗിക്കാൻ 2 ആഴ്ചയോ പിടിച്ചിട്ടുണ്ടോ, കൃത്യം അറിയില്ല, ഞാൻ പറഞ്ഞത് അത്രയും ഫാസ്റ്റാണ്. അതുകൊണ്ട് ഇത് നമ്മളിലേക്ക് പെട്ടെന്ന് എത്തുകയും നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കാത്ത ആഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ള സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന് ഗവൺമെൻറ്റുകളും അല്ലെങ്കിൽ സാമൂഹ്യ സംഘടനകളും ഇതിനെ ഗുരുതരമായി കണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയം ഇപ്പോഴാണ്. AI ടു ബി റെഗുലേറ്റഡ് എന്ന് ഇപ്പോൾ കമ്പനികൾ തന്നെ പറയുന്നുണ്ട്. ഈ ഫേസ് റെക്കഗ്നിഷൻ ടെക്നോളജി, ഞാൻ മുമ്പ് പറഞ്ഞു, ഫേസ് റെക്കഗ്നിഷൻ ടെക്നോളജി, അതായത് ഇവിടെ ചൈനയിലൊക്കെ ഏറ്റവും അഡ്വാൻസ്ഡ് ആണ്. ഞാൻ ഈ സ്റ്റേജിലിരുന്ന ഒരു ഫോട്ടോ എടുത്താൽ ഇവിടെ ഇരിക്കുന്ന എത്രയോ 100 പേരുണ്ടെങ്കിൽ അതിൽ ഓരോരുത്തരുടെയും ഐഡൻറ്റിറ്റി വരെ ആ ഫോട്ടോയിൽ നോക്കി അതിനെ ആധാർ കാർഡോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് പബ്ലിക് ഡേറ്റാ സെറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് എല്ലാവരുടെയും പേരും ആധാർ നമ്പറും ബാങ്ക് നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ കിട്ടാവുന്ന സാഹചര്യം ചൈനയിലൊക്കെ അത്രയൊക്കെ അഡ്വാൻസ് ചെയ്തെന്ന് പറയുന്നു. പക്ഷേ ഇതിൻ്റെ അപകടങ്ങൾ വളരെ ഏറെയാണ്. നമ്മൾ എവിടെ പോയാലും നമ്മളെ ട്രേസ് ചെയ്യുന്നു. അത് വളരെ സീരിയസ് ആയ ഗുരുതരമായൊരു കാര്യമാണ്. ഇത് നമ്മൾ ഫേസ് റെക്കഗ്നിഷൻ ഉപയോഗിച്ച് ക്രിമിനൽസിനെ ട്രാക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഓരോ ഗവൺമെൻറ്റുകളും മറ്റ് തലപ്പത്തിരിക്കുന്ന ആൾക്കാരും അവരുടെ ശത്രുക്കളെയും അവർക്ക് വേണ്ടപ്പെട്ടവരെയും ട്രാക്ക് ചെയ്യാൻ അതിലും എളുപ്പമാണ്. ആ ഒരു ഡേഞ്ചർ ഇതിനുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്ത് ഈ ഫേസ് റെക്കഗ്നിഷൻ എന്ന ടെക്നോളജി റെഗുലേറ്റ് ചെയ്യണമെന്ന് മൈക്രോസോഫ്റ്റ്, IBM പോലെയുള്ള കമ്പനികൾ, സാധാരണ കമ്പനികൾ ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർ റെസിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് അതിന് പകരം ഇവർ അങ്ങോട്ട് പറയുകയാണ് ഈ ഫേസ് റെക്കഗ്നിഷൻ ടെക്നോളജി ആർക്കും എങ്ങനെയും എവിടെയും ഉപയോഗിക്കാം എന്ന നിലത്തിൽ ഉപയോഗിക്കപ്പെടരുത്, അതിന് റെഗുലേഷൻ വേണം എന്ന് പറഞ്ഞ് ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോ സിറ്റി അവർ ബാൻ ചെയ്തു ഫേസ് റെക്കഗ്നിഷൻ ടെക്നോളജി. ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത്, കഷ്ടകാലത്ത് ഇതെല്ലാം വരുന്നത്, ആദ്യം ടെക്നോളജി വരും, അതിൻ്റെ ദോഷഫലങ്ങൾ വരും. ഇത് കണ്ട് അയ്യോ ഇത് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ റിയാക്ട് ചെയ്യാണ്. ഈ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഓരോ ടെക്നോളജി ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ദോഷഫലങ്ങൾ എന്താണെന്ന് ആലോചിക്കാനുള്ള അത് തുടങ്ങണം നമ്മൾ. ഇപ്പോൾ നമ്മൾ ഇന്നൊക്കെ ഒരു ടെക്നോളജി കമ്പനിയിൽ ഒരു പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ റോബോട്ടിക് എഞ്ചിനീയേഴ്സ് ആയാലും അല്ലെങ്കിൽ AI എഞ്ചിനീയേഴ്സ് ആയാലും കമ്പ്യൂട്ടർ വിഷൻ അവരെല്ലാം കൂടി ഇരുന്ന് അവർക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇത് ഉണ്ടാക്കുന്നത് സമൂഹത്തിന് വേണ്ടിയാണ്. അവിടെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് ആലോചിക്കാനുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ഇങ്ങനെയുള്ള ആൾക്കാർ കൂടി ഈ ടീമിലുണ്ടാവണം. അതിപ്പോൾ അതിനുള്ള റെക്കഗ്നിഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഫേസ്ബുക്കിൽ എന്ത് പ്രോജക്റ്റ് ചെയ്യണമെങ്കിലും അവർ വലിയൊരു സോഷ്യൽ സയൻറ്റിസ്റ്റ്, സാമൂഹ്യ ശാസ്ത്ര ടീമുണ്ട്. അവരുടെ ചെക്കും അവരുടെ പല അവരത് നോക്കി ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് മെഷർ ചെയ്ത് അവരുടെ കൂടി അംഗീകാരം ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ എന്ന് ആയിട്ടുണ്ട്. അത് ഫേസ്ബുക്കിൻ്റെ ഇതെല്ലാം പഠിച്ചത് വളരെ എന്തൊക്കെയോ ദോഷഫലങ്ങൾ വന്നതിന് ശേഷമാണ്. അപ്പോൾ അതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ വളരെയേറെ സാധ്യതകളുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഈ ഇൻ്റർനെറ്റ് വഴിയും ഫോൺ വഴിയും ഏതൊരാൾക്കും ഇത് മറ്റാരും അറിയാതെ ഇത് കിട്ടുകയാണ്. അവിടെ ഉണ്ടാക്കുന്ന ഈ മെൻ്റൽ ഹെൽത്തിൽ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഇപ്പോൾ വളരെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോയാൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ കാണുള്ളൂ. അപ്പോൾ നമ്മൾ കാണുന്ന എല്ലാവരും വളരെ നല്ല ഡ്രസ്സ് ഇട്ട് നല്ല വെക്കേഷന് പോകുന്നു, നല്ല കാറുകൾ ഓടിക്കുന്നു, എല്ലാവരും ഇങ്ങനെയാണ്, ഞാൻ മാത്രം ഇങ്ങനെയല്ല എന്നുള്ള തോന്നൽ അത് തുടക്കത്തിൽ. ഇതുപോലെ പല തരത്തിലും നമ്മൾ ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് വ്യക്തിപരമാണ്. എൻ്റെ ഫോണിൽ കാണുന്ന സാധനങ്ങളല്ല സജിയുടെ ഫോണിൽ കാണുന്നത്. എന്താ വെച്ചാൽ എൻ്റെ പേഴ്സണാലിറ്റി അനുസരിച്ചോ എൻ്റെ ചാറ്റ് ഹിസ്റ്ററി ഉപയോഗിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് വളരെ ഇതൊരു വളരെ ഡേഞ്ചറസ് സിറ്റുവേഷനാണ്, പ്രത്യേകിച്ച് കുട്ടികളിൽ. ഇതിനെയൊക്കെ എങ്ങനെ മറികടക്കാം എന്നുള്ള ചിന്തകൾ അല്ലെങ്കിൽ അതിനുള്ള ഡിവൈസസ് ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ അതൊരു പ്രധാനപ്പെട്ട റിസർച്ച് ഏരിയയാണ് കഴിഞ്ഞ ഒരു 4-5 കൊല്ലമായിട്ട്.
ഇതിനെ വളരെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഗവൺമെൻറ്റുകൾ എന്ന നിലയിലും കമ്പനികൾ എന്ന നിലയിലും അവർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വളരെ ഗുരുതരമായ സിറ്റുവേഷനിൽ എത്തിയിട്ട് വേണ്ടി നമുക്കിത് ചെയ്യാൻ. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു അത് എല്ലാ സാങ്കേതിക വിദ്യയിലും ആണ്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയാറുണ്ട്, ഒരു കത്തി ഒരു സർജൻ്റെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ അത് ഒരുപാട് ജീവിതങ്ങൾ രക്ഷപ്പെടുത്തും. അതൊരു കൊലപാതകയുടെ കയ്യിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് ഒരുപാട് ജീവിതങ്ങൾ നഷ്ടപ്പെടുത്തും. ഒരേ കത്തിയാണ്. അപ്പോൾ അതിന് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് എഡ്യൂക്കേഷൻ്റെയും അഡോപ്ഷൻ്റെയും ഒക്കെ ആവശ്യമുണ്ട്. അതെ, സ്പീഡ് ഓഫ് അഡോപ്ഷനാണ്. അത് ഇവിടെയാണ് ശരിക്കും രണ്ട് ചലഞ്ചുള്ളത്. ഒന്ന്, നമ്മൾ വളരെ പെട്ടെന്ന് വരുമ്പോൾ നമുക്കൊരു സ്ട്രോങ് എത്തിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റോങ് ആയിട്ട് ഉപയോഗിക്കും. രണ്ടാമത്, ഇതിന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സ്വഭാവം ജനറലി ഉണ്ട്. അതായത് ഒരു സാങ്കേതിക വിദ്യ ഇപ്പോൾ പുറംതിരിഞ്ഞ് നിൽക്കും. ഇപ്പോൾ വിമൽ പറഞ്ഞൊരു പോയിന്റ് വളരെ ഇതാണ്. അവർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് റോബോട്ടിക്സ് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് അവർ ആദ്യമേ തന്നെ സ്വാംശീകരിച്ചതുകൊണ്ടാണ് അവർക്കൊരു നല്ല സൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. പക്ഷെ അത് പലപ്പോഴും നമ്മൾ ചെയ്യാറില്ല. ഈ ഒരു ഇക്വിറ്റബിളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാങ്കേതിക വിദ്യ വളരെ പെട്ടെന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്കൊരു ഇതിൻ്റെ മറ്റൊരു സൈഡിലേക്ക് പോവുകയാണ്. അതായത് എ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ നിർമ്മിത ബുദ്ധി മനുഷ്യൻ നിർമ്മിക്കുന്ന ബുദ്ധിയാണ്. മനുഷ്യൻ്റെ ബയാസസുകൾ ആ നിർമ്മിത ബുദ്ധിയിലേക്ക് വരുന്നുമുണ്ട്. നമ്മൾ കൊടുക്കുന്ന പാറ്റേണുകളും നമ്മൾ കൊടുക്കുന്ന ഡേറ്റയിൽ നിന്നാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ കൊടുക്കുന്ന ഒരവസ്ഥയിൽ ഒരു ഫിൽട്ടർ ബബിൾ അല്ലെങ്കിൽ എക്കോ ചേംബർ ഉണ്ടാക്കുന്നുണ്ടോ? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കുന്നു, നമ്മുടെ മാത്രം വ്യൂകൾ തിരിച്ചു വരുന്നു, നമ്മൾ കാണുന്ന കാര്യങ്ങൾ വന്നു. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് വാഹനങ്ങളുടെ ആ ഒരു ലോകം അല്ലെങ്കിൽ വ്യവസായവൽക്കരണം കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം അത് ഒരുപാട് പൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു പൊല്യൂഷൻ ഈ ഡേറ്റ, റോബോട്ടിക്സ്, AI കൊണ്ടുവരുന്നുണ്ട്. ഒരു പൊല്യൂട്ടിങ് എൻവറോൺമെൻറ്റ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അത് ഡേറ്റ പൊല്യൂഷൻ ആവാം, ബയാസുകളാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാവാം. അപ്പോൾ ആസ് എ റോബോട്ടിക്സ് AI എഞ്ചിനീയർ ഇങ്ങനെ ഒരു സൈഡ്, അതായത് AI പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് AI ഒരു നോൺ ഇൻക്ലൂസീവും ഇൻഇക്വിറ്റബിളും ആണെന്നുള്ള ഒരു വ്യൂ വിമലിനുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെ നമ്മൾ അഡ്രസ് ചെയ്യും? ഇതിൻ്റെ പല ഡെവലപ്മെൻറ്റിലും പല പ്രൊജക്റ്റുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ GPT ഭാരത ട്രാൻസ്ഫോമേഴ്സിൻ്റെ പ്രൊജക്റ്റ് ആണെങ്കിലും അതിന് മുന്നേ റിഗ്രഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളാണെങ്കിലും നമ്മൾ ഫീഡ് ചെയ്യുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ് അൺപ്രിഡിക്റ്റബിളായിട്ട് അതിനുള്ളിൽ നിന്ന് വരിക. ദർ ഇസ് നോ കൺട്രോൾ ഫോർ ദിസ്. ഇപ്പോൾ GPTക്ക് തന്നെ അതിനെ പേഴ്സണലായിട്ടൊരു ആൾ യൂസ് ചെയ്യുമ്പോൾ ദേ ഹാഡ് പുട്ട് എ ലോട്ട് ഓഫ് ലെവൽ ഓഫ് ഫിൽറ്റേഴ്സ് ഓൺ റെസ്പോൺസ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ലെവലുണ്ട്. അതും പല കൺട്രിക്കും പല ടൈപ്പ് ഓഫ് റെഗുലേഷൻസ് ഉണ്ട്. ആ റെഗുലേഷൻസിനനുസരിച്ചിട്ടുള്ള ഫിൽറ്റേഴ്സും കാര്യങ്ങളും വെച്ചിട്ടുള്ള ഒരു നല്ല വശം മാത്രമാണ് അതിലേക്ക് പുറത്തേക്ക് വിടുന്നുള്ളൂ ഈ AI ടൈപ്പ് ഓഫ് ടൂൾസുകളും. പക്ഷേ ആ ടൈപ്പ് ഫിൽറ്റേഴ്സുകൾ അവിടെ ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ് ക്യാൻ ജനറേറ്റ് ബാഡ് കൈൻഡ് ഓഫ് കണ്ടൻസ് ആൾസോ. അതടക്കം ബാഡ് ആയിട്ടുള്ള രീതിയിലും ഈ ടൈപ്പ് ടൂൾസുകളെ ആൾറെഡി യൂസ് ചെയ്യുന്നുമുണ്ട് പല ആളുകളും. അപ്പം ഇറ്റ്സ് ആൾ കണ്ടൻറ് ഓറിയൻറ്റഡ്. ആ അൽഗോരിതംസിന് ഈ നമ്മുടെ ഹ്യൂമൻ ഡാറ്റ വെച്ചിട്ടാണ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഹ്യൂമൻ്റെ സ്വഭാവം ആ ഡാറ്റയ്ക്ക് പുറത്ത് വരുന്നതിലുണ്ട്. പക്ഷേ അതിനെ നമ്മളൊരു ബിസിനസ് വൽക്കരണം ചെയ്യുമ്പോൾ അതിന് വേണ്ട ഫിൽറ്റേഴ്സുകൾ വെച്ച് ഒരാൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതും പബ്ലിക്കലി വ്യൂ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ മാത്രമാണ് പുറത്തോട്ടുണ്ടാക്കുന്നത്. അത് അഗൈൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ആ റെഗുലേഷൻസ് അഗൈൻ ഹ്യൂമൻസ് തന്നെയാണ് അത് കൺട്രോൾ ചെയ്യുന്നതും. അപ്പോൾ അറ്റ് ദ മൊമെൻറ്റ് വിത്ത് ദിസ് ഫിൽറ്റേഴ്സ് ആൻഡ് ആൾ ഐ തിങ്ക് ആസ് പെർ അവർ സോഷ്യൽ നോംസ് ഇറ്റ്സ് പ്രിറ്റി സേഫ് ടു യൂസ് ദിസ് കൈൻഡ് ഓഫ് ടൂൾസ്. ഇനി ഇൻക്ലൂഷൻ്റെ ആസ്പെക്റ്റിൽ ചിന്തിക്കുകയാണെങ്കിൽ, ഇൻഇക്വാലിറ്റിയുടെ ആസ്പെക്റ്റിലൊക്കെ ചിന്തിക്കുകയാണെങ്കിലും ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഓപ്പൺ AIയും അതേമാതിരി GPT ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ചൊക്കെ ഫസ്റ്റ് അറിഞ്ഞ സമയത്ത്, ആ റിസൾട്ട്സ് കണ്ട സമയത്ത് എനിക്ക് ശരിക്കും ഒരു പാനിക് അറ്റാക്കാണ് ഉണ്ടായത് സത്യം പറഞ്ഞാൽ. ബിക്കോസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ആളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന റെസ്പോൺസ് വി ആർ ഗെറ്റിംഗ് ഫ്രം ദീസ് അൽഗോരിതംസ്. അപ്പോൾ ഞാനൊരു വർക്കോളിക് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഐ ഫീൽ എ ഗ്രേറ്റ് വാല്യൂ ഇൻ വർക്ക്. അപ്പോൾ വാട്ട് ഐ ഫെൽറ്റ് ഈസ് ലൈക്ക് ഇഫ് ദിസ് ഈസ് എ ഫസ്റ്റ് ജെൻ ഓപ്പൺ AI ക്യാൻ ഡു വാട്ട് ദ 10th gen ഓപ്പൺ AI ക്യാൻ ആക്ച്വലി ഡു. അപ്പോൾ നമ്മുടെ ആ ഒരു വർക്ക് മെൻ്റൽ ഫാക്കൾട്ടി യൂസ് ചെയ്തിട്ട് സമൂഹത്തിന് കൊടുക്കുന്ന ആ ഒരു വർക്കിന് യാതൊരു വാല്യൂ ഇനി വരാൻ പോകുന്ന ലോകത്തുണ്ടാവുന്നില്ല. സോ ഐ ഫൈൻഡ് എ ഗ്രേറ്റ് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ഇൻ മീ തിങ്കിങ് ദാറ്റ് what is my purpose if I cannot actually give any kind of solutions to the world?
എന്നിട്ട് ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ അഡാപ്റ്റ് ചെയ്യാൻ, ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് ക്വസ്റ്റ്യൻ ലൈക്ക് പീപ്പിൾസ് നോർമലി ചോദിക്കുന്ന രീതിയിൽ ജോലി, പൈസ, ഹൗ ദേ ലീവ്, ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ ഭയങ്കര ബോംബ് പോലെ നമ്മുടെ ഉള്ളിൽ വന്നു. അപ്പം ഞാൻ അതിനെക്കുറിച്ച് വളരെ വിശദകരമായിട്ട് ചിന്തിച്ച സമയത്ത് ഐ ഫെൽറ്റ് ലൈക്ക് എല്ലാവരും സത്യം പറഞ്ഞാൽ വർക്ക് ഹോളിക്കായിട്ടും വർക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ സ്പെസിഫിക്കലി മാനുവൽ സ്കാവഞ്ചേഴ്സിൻ്റെ കേസാണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ഹോസ്പിറ്റലുകളൊക്കെ ഈ ബിസിനസ് വൽക്കരിക്കുന്നതിനോടൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയനുള്ള ആളുകളുണ്ട്. അപ്പം അത് മാത്രമല്ല, ഈവൻ ഒരുപാട് വർക്കുകൾ നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല, ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ വൽക്കരണം സംഭവിച്ചതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഇത്രയും അധികം പോപ്പുലേഷനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ഈ AI ടൂൾസും ഇന്ന സംഭവങ്ങളും നമ്മുടെ സമൂഹത്തിൽ വന്നാൽ മാത്രമാണ് ആസ് എ ഹ്യൂമൻ റൈസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ഫർദർ ജേണി ഉള്ളൂ. കാരണം നമ്മൾ ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പല ടൈപ്പ് ഡിസീസസിനൊക്കെ സിമ്പിളായിട്ട് AI ടൂൾസിന് സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റുന്നുണ്ട്, മെഡിസിൻസ് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ക്യാൻസർ ക്യാൻ ബി ട്രീറ്റഡ് മച്ച് ബെറ്റർ ഇൻ ദിസ് വേ ആൻഡ് വി ആർ ഫൈൻഡിങ് സൊല്യൂഷൻ ഈവൻ ജനറ്റിക് ലെവൽ, ജീനോം ലെവൽ, ബയോടെക്നോളജി ലെവൽ. വി ആർ ഇൻവെൻറ്റിംഗ് ന്യൂ ടെക്നോളജി മച്ച് ഫാസ്റ്റർ റേറ്റ്. ആൻഡ് AI-യുടെ ഒരു അൾട്ടിമേറ്റ് ആംഗിൾ നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് ഈ എർത്ത് മാത്രമല്ല നമുക്ക് റിസോഴ്സ് ആയിട്ടുള്ളത്, എൻറ്റയർ സോളാർ സിസ്റ്റം ആൻഡ് യൂണിവേഴ്സ്, we can tap into all these resources. So we are getting into a state where human beings is having unlimited resources, and we also have a system which help us to sustain without any effort which we need to put inside, and our system നമുക്ക് വേണ്ടി വർക്ക് ചെയ്തോളും. So ultimately we are getting, everybody is getting into a state where we can finally do what we really love to do. So in an aspect that is a wonderful state. പക്ഷേ the problem is that ഇപ്പോൾ ഈ ഉണ്ടാകുന്ന ഈ ചേഞ്ച് ഉണ്ടല്ലോ അത് വളരെയധികം ഡിഫിക്കൽട്ടായിരിക്കും. ആൻഡ് ദാറ്റ്സ് വെയർ ഇൻഇക്വാലിറ്റി സസ്റ്റെയിൻസ്. ഇപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ മേ ബി വിൽ ബി അഡാപ്റ്റിംഗ് ടു ദിസ് സിറ്റുവേഷൻ. ഇപ്പോൾ നമ്മളൊക്കെ മൊബൈൽ ഫോണും ആൻഡ് ബെറ്റർ ആയിട്ടുള്ള ടെക്നോളജീസിലേക്ക് അഡാപ്റ്റ് ചെയ്ത മാതിരി നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ദേ വിൽ ഈസിലി ഗെറ്റ് അഡാപ്റ്റഡ് ഇൻ ടു ദിസ് ആൻഡ് ദേ ഡു നോട്ട് ഹാവ് ദിസ് ഡൗട്ട് ഓഫ് വർക്കിംഗ് ആൻഡ് ആൾ ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ്. പക്ഷേ നമുക്ക് ആ ഡൗട്ട് ഉണ്ടാവും ആൻഡ് ഇറ്റ് മേ ടേക്ക് സം ടൈം ടു അഡാപ്റ്റ് ഇൻ ടു ദിസ് സിറ്റുവേഷൻ. ബട്ട് ഇവൻച്വലി ആ ഒരു ടൈമിൽ ഇറ്റ് വിൽ ബി സ്ട്രഗ്ലിംഗ്. Because ഒരുപാട് പ്രൊഫഷൻ ഇൻ അവർ വേൾഡ് ഈസ് ലിവിങ് ഓൺ മെൻ്റൽ ഫാക്കൾട്ടീസ്. അവരുടെ മെൻ്റൽ ഫാക്കൾട്ടി യൂസ് ചെയ്തിട്ട് ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട്. അവരൊക്കെ ഇറ്റ് ആൾ ബിക്കം മീനിങ്ലെസ്. അത്രയും വർഷത്തെ എഫേർട്ട്, വി പുട്ട് അറൗണ്ട് 25 years of education, learning things, and experience gaining. All this become nothing when the AI developing in this fast. അത് ആ റിയാലിറ്റി മനസ്സിലാക്കാനുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവുമെങ്കിലും ഇൻ ടൈമിൽ ദിസ് വിൽ ലീഡ്സ് ടു എ ബ്യൂട്ടിഫുൾ വേൾഡ് എന്നൊരു ഒപ്റ്റിമിസ്റ്റിക് പോയിൻ്റാണ് എനിക്കുള്ളത്. ഇത് നമുക്കൊരു ഓപ്പൺ ആവുന്നതിന് മുമ്പ് സാറിന് ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഐ വിൽ എക്സ്റ്റെൻഡ് ഫ്രം വാട്ട് വിമൽ സേസ്. ഇപ്പോൾ പീറ്റർ ഡയമണ്ടിസ് അബണ്ടൻസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ സിംഗുലാരിറ്റിയിലേക്ക് എത്തുകയാണ് നമ്മൾ, മഷീനും മനുഷ്യനും ഒരുമിച്ച് വരുന്ന ഒരു സിംഗുലാരിറ്റിയിലേക്കാണ്. അപ്പോൾ ലോകം ഒരു ഷോർട്ടേജിൽ നിന്ന് ഒരു അബണ്ടൻസിലേക്ക് പോകുന്നു. അതാണല്ലോ ഒരു ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ അബണ്ടൻസ് എല്ലാവർക്കും ഒരുപോലെ വരണമെന്നില്ല, അവിടെയാണ് ഇഷ്യൂ വരുന്നത്. എല്ലാവർക്കും ഒരുപോലെ കിട്ടില്ല, കുറച്ച് പേർക്ക് കിട്ടും, കുറച്ച് പേർക്ക് കിട്ടാതിരിക്കുന്നു. അപ്പോൾ അത് പലപ്പോഴും AI-യുടെ മിസ്യൂസ് ആവണമെന്നുമില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കേസാണ്, AI പ്രെഡിക്റ്റീവ് പോലീസിങ്ങിന് വളരെയധികം ഉപയോഗിക്കാറുണ്ട്. അതായത് ഒരു ക്രൈം ഉണ്ടായ ശേഷം പോലീസ് വരുന്നതിന് മുമ്പേ ക്രൈം ഉണ്ടാവുമെന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ട് അത് അവിടെ പോലീസുകാർക്ക് നേരത്തെ എത്താൻ കഴിയും. ഇത് പക്ഷേ പല രാജ്യങ്ങളും അത് ബാൻ ചെയ്തു. കാരണം അവർ കണ്ടത് ഇത് ചില കമ്മ്യൂണിറ്റികളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. കാര്യം ആ ഡേറ്റയാണ് അതിനകത്തുള്ളത്. ക്രൈമിനകത്തുള്ള ഡേറ്റയിൽ ചില കമ്മ്യൂണിറ്റി ആവുന്നു, അത് വീണ്ടും വീണ്ടും അതിന് തന്നെ ബിലീവ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ സാധാരണ പറഞ്ഞ എക്സാമ്പിൾ, നമുക്കറിയാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുള്ള ഗ്രൂപ്പുകളിലെല്ലാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് നമ്മളൊന്നും എക്സിറ്റ് ആവും, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നമ്മളെ എക്സിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വിചാരിക്കും ഇതൊക്കെയാണ് സത്യമെന്ന് വിചാരിക്കും. ഇതൊരു AI-യുടെ ഒരു വലിയ ചലഞ്ചല്ലേ. ഇത് തന്നെയാണ്, അതായത് റീകൺഫർമേറ്ററി ബയാസ് അല്ലെങ്കിൽ ഒരു എക്കോ ചേംബർ എന്നുള്ള ലോകത്ത് വരുമ്പോൾ ലോകം ഭയങ്കരമായി പോളറൈസ് ചെയ്യപ്പെടില്ലേ എന്നൊരു വലിയൊരു ക്വസ്റ്റ്യൻ. അതായത് അതൊരു നോൺ ഇക്വിറ്റബിൾ മാത്രമല്ല, ഒരു ഡേഞ്ചറസ്ലി പോളറൈസ്ഡ് വേൾഡായിട്ട് മാറുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനെക്കുറിച്ച് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഇത് വളരെ സീരിയസ് ആയ ഒരു പ്രശ്നമാണ്, ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ സോഷ്യൽ മീഡിയകളാണ് നിയന്ത്രിച്ചത് എന്നൊരു അപവാദം വരുന്നുണ്ട്. നമ്മുടെ എല്ലാ പൊളിറ്റീഷ്യൻസും ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ വ്യാപകമായി ഉപയോഗിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഇതാണ് പ്രശ്നം. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഏതിലായാലും നമ്മൾ
നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കണ്ടൻസ് മാത്രം നമ്മൾ കാണും, കേൾക്കും, ഇഷ്ടപ്പെടും. അത് നമുക്ക് ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ അതിന് പുറത്ത് പോകും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത അഭിപ്രായങ്ങൾ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇത് മാത്രമേ ഉള്ളൂ, ഇക്കോ ചാമ്പർ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ കേൾക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മാത്രം കേൾക്കുന്നു. ഇത് നമ്മളെ ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയിൽ പ്രത്യേകതരം സിറ്റിസൺ എന്ന നിലയിൽ പ്രത്യേകതരം സിറ്റിസനെയാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ കേട്ടാലുള്ള അതിനോടുള്ള അസഹിഷ്ണുത വളരെ കൂടുതലാണ്. നമ്മളൊന്നും കേൾക്കുന്നില്ല, നമ്മൾ കേൾക്കുന്നത് നമ്മുടെ അഭിപ്രായങ്ങൾ മാത്രം, അല്ലെങ്കിൽ നമ്മൾ അടുത്ത് നിൽക്കുന്ന അഭിപ്രായങ്ങൾ മാത്രം. അപ്പോൾ നാളെ ഒരാൾ വന്നിട്ട് പറ്റുന്ന വേറെ വല്ലതും പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും കൂടുതലധികം. ഇതിങ്ങനെ കേട്ട് ശീലമില്ല. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇത് ഈ പ്രത്യേകിച്ച് ഹൗ സോഷ്യൽ മീഡിയ ഈസ് കൺട്രോളിങ് ഇലക്ഷൻസ്. ഈ ഇലക്ഷൻ മെഷീൻ ഹാക്ക് ചെയ്തിട്ടല്ല, മനുഷ്യരുടെ മനസ്സ് ഹാക്ക് ചെയ്തിട്ട് സട്ടിലി വളരെ കാലം കൊണ്ട് ഓരോ അഭിപ്രായങ്ങൾ കേട്ടും പറഞ്ഞും കേൾപ്പിച്ചും നമ്മുടെ ബ്രെയിനിനെ, നമ്മുടെ മനസ്സിനെ ഹാക്ക് ചെയ്തിട്ട് ഒരേ വിധത്തിൽ പ്രവർത്തിപ്പിക്കുക, ഒരുപോലെയുള്ള ക്രൗഡ് ബിഹേവിയർ. ഇപ്പോൾ വാട്സപ്പൊക്കെ വളരെ ഡേഞ്ചറസ് ആണ്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് വാട്സപ്പാണ് വളരെ ഏറ്റവും വ്യാപകമായിട്ടുള്ള സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ആ വാട്സപ്പുകളിലൂടെ കിംവദന്തികളും റൂമേഴ്സും അർദ്ധസത്യങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിക്കപ്പെടുകയാണ്. അത് ആൾക്കാർ വന്ന് അജിറ്റേറ്റഡ് ആവുന്നു, ഓരോ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്തു, ഇതൊക്കെ നമ്മൾ ധാരാളം കേൾക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ടേൺ ഓഫ് ഇൻ്റർനെറ്റ്. അത് കേട്ടാൽ വളരെ മോശമാണെന്ന് തോന്നുന്നു. നമ്മുടെ റിയാക്ഷൻ എന്ന നിലയിൽ എന്ത് കാശ്മീരിൽ പ്രശ്നം വന്നാലും, ബംഗാളിൽ പ്രശ്നം വന്നാലും, ബാംഗ്ലൂർ പ്രശ്നം വന്നാലും, കേരളത്തിൽ പ്രശ്നം വന്നാൽ പോലും കുറച്ച് ജനങ്ങൾ ഇളകുന്ന പ്രശ്നമായ ഉടനെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുക. അത് കേട്ടാൽ അതൊരു ഒട്ടും സിവിലൈസ്ഡ് അല്ലെങ്കിൽ ഒരു സംസ്കാരമുള്ള ഒരു സമൂഹത്തിൻ്റെ റിയാക്ഷൻ അല്ല അത്. പക്ഷേ ഞാനൊരു പോലീസ് ഓഫീസറോട് ചോദിച്ചു പണ്ട്, ഈ ബാൽ താക്കറെ, ഇത് വളരെ പണ്ടത്തെ ഒരു എക്സാമ്പിളാണ്. ബാൽ താക്കറെ മരിച്ചപ്പോൾ ഏതോ 2 പാവം പെൺകുട്ടികൾ ഏതോ ഒരു കമൻറ്റ്, ആരോ എന്തോ എഴുതി, ഒരു മോശം കമൻറ്റ് എഴുതി, അത് ഇവർ ലൈക്ക് ചെയ്തു ആ സ്റ്റുഡൻസ്, 18 or 20 വയസ്സുള്ള പെൺകുട്ടികൾ. എന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടായി. അത് കഴിഞ്ഞ് ഹൈദരാബാദിലൊരു കോൺഫറൻസിൽ ഞാൻ വെറുതെ പേഴ്സണലി പോലീസ് ഓഫീസർ പറഞ്ഞു, കാര്യമൊക്കെ ശരിയാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെയാണ്, പക്ഷേ ദാറ്റ് വുഡ് ഹാവ് പ്രിവെൻറ്റഡ് സോ മെനി ഡെത്ത്സ്. ദാറ്റ്സ് ഓൾ ദ പോലീസ്മാൻ ലുക്ക്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇവർ 2 പേരെയും അറസ്റ്റ് ചെയ്ത് ഇൻ്റർനെറ്റ് ബാൻ ചെയ്ത് കുറച്ച് ശാന്തത വരുത്തിയാൽ ഇറ്റ് വുഡ് ക്രിയേറ്റ് സോ യു ഷുഡ് ലുക്ക് അറ്റ് ദാറ്റ് ആംഗിൾ വിച്ച് ഇസ് ട്രൂ, ദാറ്റ് ഈസ് എ പ്രാക്ടിക്കൽ റിയാലിറ്റി. പക്ഷേ ഇത്തരം കാര്യങ്ങളെ ആംപ്ലിഫൈ ചെയ്യാനുള്ള സോഷ്യൽ മീഡിയയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എഐയുടെയും കപ്പാസിറ്റി വളരെ കൂടുതലാണ്. നമ്മൾ എന്നും പ്രബുദ്ധരായിരിക്കണം. അതിനെതിരായുള്ള ടൂൾസ് ഉണ്ടാക്കാൻ എഐ തന്നെ സഹായിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. Yeah, hi. Thanks for an interesting discussion. My one question would arise when Vimal was talking is, I want to know if the work that you do is focusing on, like there's a lot of dissemination of the labor that is happening with the AI coming in. How are you or the field in general, because all of you are there, how are you thinking in a holistic manner? As much as we progressing AI based, how are we going to deal with this dissemination of labor? Because a lot of people might or may be out of work, and that is going to be a huge crush to the Indian economy per se, and that's going to create even the more inequality that exists. So while creating and developing AI, how are you thinking of this aspect, or what other aspects could be existing for that level? Because as an economy, we know that social scavenging and a lot of other things, AI might cater to the efficiency of it, but yeah, the other aspect, the human earning and the labor aspect of it, yeah. Okay. So far we are in robotics and AI, but still we look more into social problems, where we feel that humans should not do. So that is one of the aspects we are handling, confined space cleaning and specifically drainage and all this situation. It is basically illegal in India to put people, into this situation, but only due to society requirement, we are pushing a particular caste people to do this kind of task. So we feel these are some of the job the machine should do. That is the place where we are targeting right now. And we also now recently entered into medical segment, specifically into disability. Disability is like helping people who is disabled, like due to stroke or spinal cord injury, in order to get back into their normal routine.
we feel this also may replace some of the therapists and all who's normally do this work. But for an ethical standpoint of view, the person's disability, getting to ability in a better treatment way is more concerned to us than a job loss in this specific sector. But again, therapists can find a lot of other opportunity, because this is what we are focusing gait training, and that is one of the difficult part for even therapists to do in a proper form. So these are some of the area we selectively choose, and we are waiting for other AI companies to create the disruption and take the world into a equal base. So in R&D base, we are doing a lot more. We are working on sophisticated artificial intelligence and even general purpose robotic devices also. We are waiting for a proper time to launch those kind of products into the market. So at the point, it's not a concern to us. I just want to add to that. If this seminar was happened 100 years back, we could have discussed this, saying that, see, there is something called car is coming, vehicle is coming. There are a lot of horse riders and bullock cart riders. All of them will lose jobs. Now we know that really happened, right? They all lost jobs. But there are thousands and thousands of new jobs have got created. So definitely AI will replace many jobs. But more than AI, the guy who knows AI will replace a guy who don't know AI. So I think what you need to worry is not about AI, but to ensure that we know about that. Because even the latest statistics shows that around 1.28 million jobs have recently lost after the AI in the last 3 years. But it created almost 3 million new jobs. Prompt engineer was never a job in the past, right? It came maybe 1 year back. And today it's one of the most hot jobs. Anybody who knows properly write English and how to tame AI, you are actually in demand on that. So a lot of പുതിയ ജോബ്സ്, ഇപ്പോൾ വ്ളോഗിങ് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ സെഷനിൽ, ഇങ്ങനൊരു ജോബ് ഒരു 10 കൊല്ലം മുമ്പ് ആരും കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ബട്ട് നൗ യു സീ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ആക്ച്വലി ഡൂയിങ് ദാറ്റ്, റൈറ്റ്? സോ അങ്ങനത്തെ ഒരുപാട് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ബട്ട് ലൈക്ക് വിമൽ സെഡ്, ദർ ആർ സെവറൽ സെക്ഷൻസ് വിച്ച് വി ഹാവ് ഇഗ്നോർഡ് സോ ഫാർ. അവിടെ വരുമ്പോഴാണ് അതിന് ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുക. എൻ്റെ ക്വസ്റ്റ്യൻ വിമൽ ഗോവിന്ദിനോടാണ്. എൻ്റെ പേര് അക്ഷയ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ ഈ മാൻ ഹോൾ ക്ലീനിങ് എന്ന് പറയുന്ന സോഷ്യൽ ഇമ്പാക്റ്റുള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് പോലെ കേരള ഗവൺമെൻറ് ഒരുപാട് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ മുന്നിൽ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഹഡിൽ ഗ്ലോബലിൻ്റെ ഭാഗമായിട്ട് കുറേ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ എക്സാമ്പിളായിരുന്നു KSRTCയുടെ ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചിട്ട് KSRTCനെ ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്ന പോലെ കേരള പോലീസിൻ്റെ അതുപോലെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നതാണ്. എന്നോട് എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു മെയിൻ ഹോൾ ക്ലീനിങ്ങുള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് വെച്ചു, അതിന് നിങ്ങളൊരു സൊല്യൂഷനായിട്ട് വന്നു. ആ സൊല്യൂഷൻ വന്നതിന് ശേഷം ഹൗ സപ്പോർട്ടീവ് ഗവൺമെൻറ് ആഫ്റ്റർ യു കം അപ്പ് വിത്ത് ദ ആൻസർ. ആൻഡ് വൺ മോർ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ്, നമ്മുടെ നാട്ടിലും കൂടുതലായിട്ട് AI സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് അല്ലെ വെബ് ബേസ്ഡ് സൊല്യൂഷൻസിനെ പറ്റിയാണ് കൂടുതൽ പറയുന്നതും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ AIയുടെ ഹാർഡ്വെയർ പെർസ്പെക്റ്റീവ് എന്നുള്ളതിന് എത്ര ചലഞ്ചിങ് ആണ്, എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ? Okay, so first question, what are the government supports which we are giving? Actually, ഞങ്ങളത് എക്സിക്യൂട്ട് ചെയ്ത സമയത്ത്, are you an entrepreneur or someone like that? Okay, so ഒരു അഡ്വൈസായിട്ട് കണ്ടാൽ മതി. നമ്മൾ സപ്പോർട്ടിനെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. സോ ക്രിയേറ്റ് യുവർ ഓപ്പർച്യൂണിറ്റി, go there, talk to them. Even if you are not getting support also, don't matter. Continuously go there and talk to people. There are good people in government ecosystem. They will get inspired by seeing your effort and they will help you. That's our experience. So about the first question, that's the answer. And second question, hardware ecosystem. To be frank, AI is more in the software area, and in order to run complex algorithms and all, you require graphics power and a lot of computational aspect, and that is quite accessible either in online or in hardware. That is the costly part. But the other type of hardware and all, like the metal fabrications and all, it's vastly available in Kerala and nearby location in Tamil Nadu and places like Palakkad, Thiruvananthapuram, Cochin, and Startup Mission also has many Fab Lab kind of facility. So those kind of facilities also there. And then
for actuators and all, I think due to the online shopping, you can even import from other places. Those kind of limited hardware can also give you a lot of products by using AI. ഇവിടെ ഐയുടെ ഓട്ടോമേഷൻ വരാൻ വൈകുന്നതിന് കാരണം എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഹ്യൂമൻ റിസോഴ്സ് ചിലപ്പോൾ ഭയങ്കര ചീപ്പായതുകൊണ്ടാകാം. കാരണം ഇത് ഈ എക്യുപ്മെൻറ്റ്സ് ഹാർഡ്വെയർ പേഴ്സ്പെക്റ്റീവിൽ അത് മുന്നോട്ട് വരണമെങ്കിൽ കുറച്ച് കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് പുറം രാജ്യങ്ങളിലൊക്കെ നമ്മൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ പല കാര്യങ്ങളും ചെയ്യുന്നതിൽ അവർ ഓട്ടോമേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഓട്ടോമേഷൻ വരുന്ന സമയത്ത് വലിയൊരു ജോബ് കുറേ ആൾക്കാർ ജോബ് ഒറ്റയടിക്ക് പോകുന്ന സമയത്ത് നമ്മളെ നാട് എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുള്ള അതാണ് ഒരു ഇക്വിറ്റിയുടെ ഇഷ്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ 2-3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഞാൻ നാരായണ സാറിന് പറയാമെന്ന്, കേരളത്തിൻ്റെ ആദ്യത്തെ AI ഹാർഡ്വെയർ പ്രോസസ്സർ ചിപ്പ് നാളെ റിലീസ് ചെയ്യാണ്. കൈരളി ചിപ്പ് എന്നുള്ള പേരിൽ തിരുവനന്തപുരത്ത് നാളെ. അത് ഒരുപക്ഷെ AI ഇന്ന് ചെയ്യുന്ന കുറേ സോഫ്റ്റ്വെയറിനെ വളരെ എളുപ്പത്തിൽ, വളരെ ഫാസ്റ്റായിട്ട്, വളരെ എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റും. കൊച്ചിയിൽ ഒരു ഹാർഡ്വെയർ എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് വില്ലേജും സ്റ്റാർട്ടപ്പ് മിഷനും കൂടെ ജോയിൻ്റ് ആയിട്ട്, വേർ യു ക്യാൻ ഡു ഓൾമോസ്റ്റ് ലൈക്ക് അപ് ടു MVP ലെവൽ ചെയ്യാൻ പറ്റും. സ്പേസ് പാർക്സും സയൻസ് പാർക്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം തന്നെ ഇതുപോലെയുള്ള ഹയർ എൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റേറ്റിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ വി ആർ ആക്ച്വലി വെരി മച്ച് അവെയർ ഓഫ് ദിസ് ഇഷ്യൂ ആൻഡ് സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ദാറ്റ്. ഈവൻ ഹൈദരാബാദിൽ. പക്ഷേ മറ്റൊരു വശം നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്നത്തെ AI പവേർഡ് കംപ്ലീറ്റ്ലി ബൈ GPUs. ഒരു കമ്പനി, NVIDIA എന്ന കമ്പനി, ഞാൻ NVIDIAയോടൊക്കെ പണ്ട് NVIDIA ഇത്ര ഫേമസ് അല്ലാത്ത കാലത്ത് ഞാൻ ധാരാളം വർക്ക് ചെയ്തിരുന്നതാണ് അവരുടെ കൂടെ. എന്ന് മാത്രമല്ല, ഈ GPT 1, 2, 3 കമ്പനികൾക്ക് മാത്രമേ ആ ലെവലിലുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽ, ലാർജ് വിഷൻ മോഡൽ ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ കേപ്പബിലിറ്റി തന്നെ ഉള്ളൂ. സോ ഇൻ സം വേ വി ആർ ഗെറ്റിംഗ് ഫാർ മോർ സെൻട്രലൈസ്ഡ്. Yes, correct. It's very, very centralized. That's a very, that's an equity issue, because everything is decided in a few companies. Now even in the advanced America പോലുള്ള അഡ്വാൻസ് രാജ്യങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ പോലും കുറച്ച് കൺസേൺഡ് ആണ്. യൂണിവേഴ്സിറ്റീസ് റോൾസ് ആർ വെരി ലോ. ഈ വലിയ വലിയ കമ്പനികളാണ് അതെല്ലാം ചെയ്തത്. വെച്ചാൽ അവർക്ക് 1000 GPUവും അത്രയും ആൾക്കാരും ഡേറ്റയും ഉണ്ടാവണം. ആ ഡേറ്റ എവിടെ ഇരിക്കുന്നത്? ഗൂഗിളിൻ്റെ സെർവേഴ്സിൽ, മൈക്രോസോഫ്റ്റ് സെർവേഴ്സ്, ഫേസ്ബുക്ക്, ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ. അവരുടെ സെർവേഴ്സ്, അവർ പൈസയുണ്ട്, NVIDIA ഏത് കമ്പനി വാങ്ങാനുള്ള പൈസ അവരുണ്ട്. സോ ദേ ആർ ദ ഓൺലി വൺസ് ഹു കോൺട്രിബ്യൂട്ടിങ്. ദാറ്റ്സ് എ ബിഗ് പ്രോബ്ലം ഫോർ കൺട്രീസ് ലൈക്ക് ഇന്ത്യ. അതൊരു ഇക്വിറ്റിയുടെ വളരെ വേറൊരു വശമാണ്. So I think time is up. Maybe, I think it's over. Thank you very much for a very interesting discussion. Let's hope that Kerala can actually lead. India is expected to lead in this wave. Kerala should also try to lead this wave and create a more equitable and inclusive, maybe a Kerala model for AI world. Let us create that. Thank you very much.